നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ ഇത്തവണ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു നിയമപാലകനാണ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഫിലിപ്പോസ്. ഈ മാസം 18-നാണ് ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. കമ്മീഷണർ ഈ മാസം 15-നാണ് വീട്ടിൽ നിന്നും പേഴ്സണൽ ആവശ്യത്തിനായി ഡ്രൈവറുമായി എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. സ്വന്തം ഇനോവ കാറിലായിരുന്നു യാത്ര. അവരിവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ സമയം ഏകദേശം 3 മണി കഴിഞ്ഞിരുന്നു. 11 മണിക്ക് ശേഷം ഭാര്യ വിളിച്ച് സംസാരിച്ചിരുന്നെന്നും അപ്പോഴൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. 12 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെയും ഡ്രൈവറുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. ആ സമയം ആരും കോണ്ടാക്ട് ചെയ്യാത്തതുകൊണ്ടും കാര്യമായിട്ടൊന്നും എടുത്തില്ല. എന്നാൽ നേരം പുലർന്നിട്ടും ഫോൺ സ്വിച്ച് ഓൺ ആകാത്തതും എത്തേണ്ടിടത്ത് എത്താതിരുന്നതും ബന്ധുക്കൾക്ക് സംശയം ഉളവാക്കി. അവർ അപ്പോൾ തന്നെ പോലീസിനെ ഈ വിവരം അറിയിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ അവർ സഞ്ചരിച്ച കാർ വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കാറിന്റെ ടയർ പഞ്ചറായ നിലയിലായിരുന്നു. അവിടെ നിന്നും കുറച്ചു മാറി ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഡ്രൈവറായ ഷാജുവിനെ ബോധരഹിതനായ നിലയിൽ കണ്ടെത്തി. എന്നാൽ കമ്മീഷണറെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ബോധം തെളിഞ്ഞ ഷാജുവിന്റെ മൊഴി ഇങ്ങനെയായിരുന്നു: കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടയർ പഞ്ചറായി. അത് നോക്കാനായി ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു. പിന്നെ പോലീസ് ഇവർ സഞ്ചരിച്ച റൂട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. എന്നാൽ ഇവരെ എന്തെങ്കിലും വണ്ടി ഫോളോ ചെയ്യുന്നതോ അസ്വാഭാവികമായി യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇവരുടെ കാർ കേടായതിനു ശേഷം അതുവഴി പോയ വാഹനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് അതുവഴി അന്വേഷണം നടത്തി. അതിൽ അതിവേഗത്തിൽ പോകുന്ന ഒരു ആംബുലൻസ് അതിവേഗത്തിൽ പോകുന്നതിൽ ഒരു അസ്വാഭാവികതയുമില്ല. എന്നാലും ആ ആംബുലൻസിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പോലീസ് തീരുമാനിച്ചു. ആ തീരുമാനം ശരിവെക്കുന്ന രീതിയാണ് പിന്നെ കണ്ടത്. ആ വണ്ടി നമ്പർ ഫേക്കായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ആ ആംബുലൻസിലാണ് കടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. അതിനുശേഷം ആ ആംബുലൻസിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെ കുറ്റിക്കാട്ടിൽ നിന്നും കമ്മീഷണറിന്റെ ഡെഡ് ബോഡി കണ്ടെത്തി. ഈ മാസം 15-നാണ് അദ്ദേഹത്തെ കാണാതായത്. 18-ന് ബോഡി കിട്ടി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. ഒരുപാട് ക്രൂരമായി മർദ്ദിച്ച പാടുകൾ ബോഡിയിലുണ്ടായിരുന്നു. കത്തികൊണ്ട് കുത്തിയും അടിച്ചുമൊക്കെ വളരെ മൃഗീയമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. എന്തായാലും കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പ്രതികളെ എത്രയും വേഗം കണ്ടെത്തുമെന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസർ ആസിഫ് ഖാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഓഫീസ് റൂമിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട്, ഹലോ, എന്താ സാർ? എന്താടോ പരിപാടി? ഒന്നുമില്ല സാർ, ഞാൻ വെറുതെ ക്രൈം സ്റ്റോറി കാണുമായിരുന്നു. നമ്മുടെ കേസായിരിക്കുമല്ലേടോ? അതെ സാർ. പ്രതികളെ ഇതുവരെയും പിടിക്കാൻ സാധിച്ചില്ല. ആനയാണ് ചേനയാണെന്നൊക്കെ ആയിരിക്കും അല്ലേ? അത്രയൊന്നും പോയിട്ടില്ല. ഞാൻ വിളിച്ചത് എന്തായി? പറഞ്ഞ കാര്യം ഡീറ്റെയിൽസ് ഒക്കെ എടുത്തോ? ഉവ്വ സാർ. ഫിലിപ്പോ സാർ അന്വേഷിച്ച പ്രധാനപ്പെട്ട കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുമായിട്ട് രാവിലെ തന്നെ ഓഫീസിലെത്തണം. ഓക്കെ സാർ. പിന്നെ എന്നാ തന്റെ പരിപാടി നടക്കട്ടെ. ശരി എന്നാ. ഓക്കെ സാർ. പിറ്റേ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്, ഇരിക്കൂ. സാർ, ഇതാണ് ഫിലിപ്പോ സാർ അന്വേഷിച്ച കേസുകളുടെ ഡീറ്റെയിൽസ്. അദ്ദേഹം അത് വാങ്ങി നോക്കി. എനിക്കതിൽ കോംപ്ലിക്കേറ്റായി അങ്ങനെയൊന്നൊരു കേസും തോന്നിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ശത്രുക്കൾ ഒരുപാട് കാണും. നേരിനും നീതിക്കും മാത്രം നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ അല്ലായിരുന്നു അദ്ദേഹം. കൈക്കൂലി വാങ്ങാൻ മിടുക്കൻ. 2-3 പ്രാവശ്യം കൈക്കൂലി കേസിൽ സസ്പെൻഷൻ. വേറെയും എത്രയോ കേസുകൾ. പിന്നെ ഉന്നതരുടെ സ്വാധീനം കൊണ്ട് അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. എന്തായാലും ഇത് ചെയ്തത് ആരാണെങ്കിലും അയാൾക്കിട്ട് നല്ല പണി അങ്ങേര് കൊടുത്തിട്ടുണ്ടാവും, അതുറപ്പാ. താനെന്താണോ പ്രതിക്ക് അനുകൂലമായി വാദിക്കുവാണോ? അയ്യോ സാർ, അല്ല. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഞാൻ പോലീസ് എന്നതിൽ നിന്നും മാറി ഒരു സാധാരണ മനുഷ്യനായി ചിന്തിച്ച് ആ യുക്തിയിൽ പറഞ്ഞതാ. തൽക്കാലം താൻ പോലീസായി ചിന്തിച്ചാൽ മതി. നമ്മുടെ ജോലി പ്രതിയെ പിടിക്കുക എന്നതാണ്. സോറി സാർ. പിന്നെ ഒരു മാധ്യമപ്രവർത്തകന്റെ കേസും ഒരു പെൺകുട്ടിയുടെ കേസും, അത് രണ്ടും കണക്റ്റായി തോന്നുന്നുണ്ട് സാർ. ആ കേസ് ഒരുമാതിരി തേച്ചു മാച്ച് കളഞ്ഞതുപോലെ. അതെന്താ തനിക്ക് അങ്ങനെ തോന്നാൻ? 3 വർഷം മുമ്പ് റമീസ് എന്ന മാധ്യമപ്രവർത്തകനെ ബൈക്കിൽ സഞ്ചരിക്കവേ പെട്രോൾ എറിഞ്ഞ് തീ കൊളുത്തി കൊന്ന സംഭവം, അത് വലിയ പ്രക്ഷോഭമുണ്ടാക്കിയ കേസായിരുന്നു. ആ കേസിൽ യഥാർത്ഥ പ്രതികളെയല്ല അറസ്റ്റ് ചെയ്തതെന്നും പ്രമുഖർക്ക് വേണ്ടി കേസ് അട്ടിമറിച്ചുവെന്നും ആക്ഷേപമുണ്ടായിരുന്നു. കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ സംഘടന സമരവുമായി മുന്നോട്ട് വന്നിരുന്നു. അത് കഴിഞ്ഞ് റമീസിന്റെ സുഹൃത്ത്, അതായത് കൊല്ലപ്പെട്ട ജാൻസി, ഒറ്റയ്ക്ക് സമരം നടത്തിയിരുന്നു. സമരം തുടങ്ങി 4-5 ദിവസത്തിന് ശേഷം ആ കുട്ടിയെ കാണാതാവുകയും മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. മാത്രവുമല്ല, ആ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. ആ കേസിൽ അകത്തായത് ആ കുട്ടിയുടെ കല്യാണം കഴിക്കാനിരുന്ന ചെറുപ്പക്കാരനാ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് അവനെ അകത്താക്കി. കേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ തെളിവുണ്ടാകാനാണോ സാർ പാട്? അത് ശരിയാ. താനൊരു കാര്യം ചെയ്യേ, ഈ റമീസ്, ജാൻസി എന്നിവരെ കുറിച്ചൊന്ന് അന്വേഷിക്കേ. അവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്ക്. നമുക്ക് നോക്കാം. ഓക്കെ സാർ. പിറ്റേ ദിവസം. സാർ, ജാൻസിയുടെയും റമീസിന്റെയും ഡീറ്റെയിൽസ്. ജാൻസിക്ക് അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. അമ്മ ഫിലോമിന, അനിയൻ ജോൺ, അച്ഛൻ ജോസഫ്.
ജോസഫ് 6 വർഷം മുമ്പ് മരണപ്പെട്ടു. പിന്നെ അമ്മ ഫിലോമിന ചെറിയ ചെറിയ ജോലി ചെയ്താണ് ഇവരെ പഠിപ്പിച്ചത്. ഇവർക്ക് വേറെ ബന്ധുക്കളൊന്നുമില്ലേ? സാർ, ഈ ജോസഫും ഫിലോമിനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ജോസഫ് ഒരു ഓർഫനേജിൽ വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഫിലോമിനയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. വിവാഹത്തിന് ശേഷം വീട്ടുകാരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലായിരുന്നു. ജോസഫ് മരിച്ചിട്ട് പോലും അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ റമീസിന് 10 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റിൽ ഉമ്മയും ഉപ്പയും സഹോദരനും മരണപ്പെട്ടിരുന്നു. അന്ന് റമീസ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പിന്നെ റമീസിനെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ റമീസിന്റെ ഉമ്മയുടെ മാതാപിതാക്കളാണ്. ഇപ്പോൾ ജാൻസിയുടെ അമ്മയും അനിയനും എവിടെയാണ്? ജാൻസിയുടെ മരണശേഷം അവരവിടെ നിന്ന് മാറിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെവിടെയാണെന്ന് താൻ അന്വേഷിച്ചില്ലേ? അത് അന്വേഷിച്ചു സാർ. പക്ഷെ അത് എവിടെയാണെന്ന് അവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല. പിന്നെ അവരുമായി നല്ല രീതിയിൽ അടുപ്പമുള്ളൊരു ഫാമിലിയുണ്ട്. അവരെവിടെ ഇല്ലായിരുന്നു. ഒരു മരണത്തിനായി ബന്ധുവീട്ടിൽ പോയിരിക്കുക. അവരെ കിട്ടിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ സാധ്യതയുണ്ട്. തനിക്ക് എന്ത് തോന്നുന്നു? ഇവരെ സംശയിക്കേണ്ടതുണ്ടോ? സാർ, അത് ഈ ജാൻസിക്ക് അമ്മയും ഒരു അനിയനും, റമീസിന് പ്രായമായ 2 പേരൻസ്. അവരെ അങ്ങനെ സംശയിക്കേണ്ട എന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ ഐ ഡോണ്ട് നോ സാർ. യഥാർത്ഥ പ്രതിയെ കിട്ടുന്നതുവരെ നമുക്ക് ആരെയും സംശയിക്കാൻ. പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ ദളിത് ബാലന്റെ ആത്മഹത്യയും ഷിബുവിന്റെ ലോക്കപ്പ് മരണവും ആ 2 കേസിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് എടുക്കണം. യെസ് സാർ, നമുക്ക് നോക്കാം. 2 ദിവസത്തിന് ശേഷം ഫ്ലാഷ് ന്യൂസ്. കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ യുവാവിന്റെ മൃതദേഹം. മനു 27 വയസ്സ് കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിനടുത്ത ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസ്. എന്താ സാർ കാണണമെന്ന് പറഞ്ഞേ? താൻ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇന്നലെ കൊല്ലപ്പെട്ട മനു എന്ന ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സാ. അതിൽ വലതു കൈയിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന മുറിപ്പാട് കണ്ടോ? അത് കണ്ടിട്ട് തനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സാർ, എനിക്കിത് കണ്ടിട്ടൊരു പ്ലസ് ആകൃതി പോലെ. യെസ് റൈറ്റ്. ഇനി ആ 2ാമത്തെ ഫോട്ടോ ഒന്ന് നോക്കിയേ. 2ാമത്തെ ഫോട്ടോ ACP ഫിലിപ്പോസിൻ്റെതായിരുന്നു. സാർ, ACP സാറിന്റെ കയ്യിലും അതുപോലെ? അതെ. അപ്പോൾ ഈ 2 കൊലയ്ക്കും പിന്നിൽ ഒരാളാണെന്നാണോ സാർ പറയുന്നത്? ആകാനാണ് സാധ്യത. പിന്നെ ഈ ഒരു കാര്യം ചെയ്യേ, ഈ കൊല്ലപ്പെട്ട മനുവിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം സാർ. പിന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സ്ഥലം SIയെയും എനിക്കൊന്ന് കാണണം. ഓക്കെ സാർ. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം. സാർ, ഈ കൊല്ലപ്പെട്ട മനു MR ടെക്സ്റ്റൈൽസിന്റെ ഉടമ വേണുവിന്റെ മകനാണ്. ഈ വേണു 4 കൊല്ലം മുമ്പ് മരിച്ചു. പിന്നെ ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് അച്ഛൻ ചന്ദ്രനാണ്. പഠനം കഴിഞ്ഞ് വന്ന മനുവിനെ ചുമതല ഏൽപ്പിച്ചുവെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചന്ദ്രൻ തന്നെയാ. ഈ മനുവിന് വേറെ ആരുമില്ലേ? ഉണ്ട് സാർ, അമ്മയും 2 സഹോദരിമാരും ഉണ്ട്. എക്സ്ക്യൂസ് മീ സാർ. യെസ് സാർ, എൻ്റെ പേര് കുമാർ. മനു കൊലക്കേസ് അന്വേഷിക്കുന്ന. യെസ് കുമാർ, ഇരിക്കെ. സാർ, എന്തിനാണ് സാർ കാണണമെന്ന് പറഞ്ഞ്? കുമാറിനെ അറിയാമെന്ന് കരുതുന്നു. ACP ഫിലിപ്പോസിന്റെ മരണം അന്വേഷിക്കുന്നത് ഞാനാണ്. അറിയാം സാർ. ഓക്കെ. മനു കൊലക്കേസ് അന്വേഷണം ഏതുവരെയായി? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സാർ. ഞാൻ വിളിപ്പിച്ചത് ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. അതെന്തിനാ സാർ? അത് ഈ 2 കൊലപാതകങ്ങളുടെ പിന്നിൽ ഒരു പ്രതി ഒരാൾ തന്നെയാണെന്നാണ് സാറിന് സംശയം. സാർ എന്താ ഈ പറയുന്നത്? അദ്ദേഹം ഫോട്ടോസ് കാണിച്ച കാര്യം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. സാർ, മനു കൊല്ലപ്പെട്ട ദിവസം കുര്യൻ എന്നൊരാളെ പിക്ക് ചെയ്യാനായിട്ടാണ് പോയത്. ആരെ ഈ കുര്യൻ? സാർ, ഇവർക്ക് മൂന്നാറിൽ ഒരു റിസോർട്ടുണ്ട്. മൊത്തമായും ഇവരുടേതല്ല, പാർട്ട്ണർഷിപ്പിലാണുള്ളത്. അത് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യം ഇവർ പത്രത്തിൽ കൊടുത്തിരുന്നു. അത് കണ്ട് പലരും വിളിച്ചെങ്കിലും വില കൂടുതലായതുകൊണ്ട് ആരും പെട്ടെന്ന് വാങ്ങാൻ തയ്യാറായില്ല. എന്നാൽ ഇവർ ചോദിച്ച അതേ വിലയ്ക്ക് തന്നെ റിസോർട്ട് വാങ്ങാൻ തയ്യാറായി ഒരാൾ വരുന്നു. അയാളാണ് കുര്യൻ. അയാൾ വരും വഴി വണ്ടി റോഡിൽ വെച്ച് കേടായതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് മനു. എന്നിട്ട് കുമാർ അയാളെ ചോദ്യം ചെയ്തില്ലേ? ഇല്ല സാർ, അയാളിപ്പോൾ മിസ്സിംഗ് ആണ്. അയാളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഒരു വിവരവുമില്ല. എനിക്ക് ഈ മനുവിൻ്റെ വീടൊന്ന് കാണണമല്ലോ. അതിനെന്താ സാർ? പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ മനുവിൻ്റെ വീട്ടിലേക്ക് പോയി. കോളിംബെല്ല് കേട്ട് ഡോർ തുറന്ന ചന്ദ്രനാണ്. മോർണിംഗ് വരൂ സാർ, ഇരിക്കെ. ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസർ ആസിഫ് ഖാൻ. ACPയുടെ മർഡർ അന്വേഷിക്കുന്നത് ഞാനാണ്. ഞാനിപ്പോൾ വന്നത് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനാണ്. എന്താണ് സാറിന് അറിയേണ്ടത്? മനു കൊല്ലപ്പെട്ട ദിവസം കുര്യൻ എന്ന ആളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് പോയതെന്നാണ് നിങ്ങൾ കൊടുത്ത മൊഴി. അതെ സാർ. കുര്യനെ നിങ്ങൾക്ക് എങ്ങനെയാ? നേരിൽ കണ്ടുള്ള പരിചയമാണോ അതോ ഫോൺ വഴിയുള്ള പരിചയമോ? രണ്ടുമില്ല സാർ. ഞങ്ങളുടെ ഒരു റിസോർട്ട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം പത്രത്തിൽ കൊടുത്തിരുന്നു. അത് കണ്ടിട്ട് ഗോപാലൻ എന്നൊരാൾ വിളിച്ചിരുന്നു. അയാൾ ബ്രോക്കറാണെന്നാ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ സംസാരിച്ച് സ്ഥലം നേരിൽ കാണാനും എഗ്രിമെന്റ് ഒപ്പിടാനുമായിട്ടാണ് ഈ കുര്യൻ എന്നയാൾ വന്നത്. വഴിയിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു. അങ്ങനെയാ കൂട്ടിക്കൊണ്ടു വരാനെന്ന് പറഞ്ഞ് മനുവിനെ ഞാൻ പറഞ്ഞയച്ചത്. ആരെ വിളിച്ചത്? കുര്യനാണോ? അല്ല, ഗോപാലനാണ്. ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫാ. വിനയ് സാർ, ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. ശരി സാർ. പിന്നെ നിങ്ങളും കൊല്ലപ്പെട്ട ACPയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ശരിയെന്നാ, ഞങ്ങൾ ഇറങ്ങുക. അവർ പോകാൻ തുടങ്ങിയതും ചന്ദ്രൻ പിറകേന്ന് വിളിച്ചു. സാർ, ഒരു കാര്യം പറയാൻ വിട്ടു. എന്താ? മനു മരിക്കുന്നതിന് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടേക്കൊരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. കത്തോ? അതെ സാർ. ചന്ദ്രൻ കത്ത് കൊണ്ടുവന്ന് അവരെ കാണിച്ചു. ഇതാണ് കത്ത്. സാർ, നിങ്ങളൊരു നിയമപാലകനായതുകൊണ്ടാണ് മുകളിൽ സാർ എന്ന്
അഭിസംബോധന ചെയ്തത്. ഒരിക്കലും താൻ ആ വിളിക്ക് അർഹനല്ല. മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കുന്ന താനൊരു ചെകുത്താനാണ്. ഈ ചെകുത്താൻ്റെ ആയുസ് ഇനി വെറും 3 നാൾ മാത്രം. അതിനുള്ളിൽ താൻ മരണപ്പെടും. അല്ല, ഞാൻ കൊല്ലും. ഇത് നിങ്ങൾ പോലീസിനെ അറിയിച്ചില്ലേ? ACP സാറിനെ അറിയിച്ചു. ആരെങ്കിലും അഡ്രസ്സ് മാറി അയച്ചതാവുമെന്ന് അദ്ദേഹം പറഞ്ഞ്. പിന്നെ സേഫ്റ്റിക്ക് 1-2 പോലീസുകാരെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കേസൊന്നും ആക്കിയില്ല. പിന്നെന്താ താൻ ഇതുവരെ പറയാതിരുന്നേ? അത് ഞാൻ വിട്ടുപോയി സാർ. ശരി. അവർ അവിടെ നിന്നും ഇറങ്ങി കാറിൽ സഞ്ചരിക്കവേ വിനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ, അതെ, ശരി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ സാർ, ACP സാറിൻ്റെ വീട്ടിൽ നിന്നാ സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. അർജൻറ്റാണെന്നാണ് പറഞ്ഞേ. അവർ നേരെ ACPയുടെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകൾ വന്ന് വാതിൽ തുറന്നു. എന്തിനാ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞേ? വരൂ സാർ. ഇന്ന് ലെറ്റർ ബോക്സ് തുറന്നപ്പോൾ അതിൽ നിന്നും ഒരു കത്ത് കിട്ടി. ആ കത്ത് വാങ്ങി ഓഫീസർ വായിച്ചു. ഡിയർ മനു, നിന്നെ സ്നേഹിക്കാനും താലോലിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. നീ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാനും പൊറുക്കാനും ആളുണ്ട്. എനിക്ക് അങ്ങനെയല്ല. ഉണ്ടായിരുന്നവർ വേണ്ടെന്ന് വെച്ചു. പിന്നെ കിട്ടിയവരെ നിങ്ങൾ നശിപ്പിച്ചു. എൻ്റെ സന്തോഷം നശിപ്പിച്ചിട്ട് നീ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. നിന്റെ മരണം എത്തിക്കഴിഞ്ഞു. ഏറിയാൽ ഇനി 3 നാൾ. ഇതെന്നാ വന്നേ? അതറിയില്ല സാർ. പുറത്ത് ലെറ്റർ ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിലും അതിലാരും അങ്ങനെ ഇടാറില്ല. അതുകൊണ്ട് തന്നെ അത് തുറന്നു നോക്കാറുമില്ല. വല്ലപ്പോഴും മാസിക അതിലേക്കിടും. അപ്പോൾ മാത്രം തുറക്കും. ഇന്ന് അങ്ങനെ തുറന്നപ്പോഴാ കണ്ടേ. സാർ, ഇത് പോസ്റ്റ് ചെയ്ത ലെറ്റർ അല്ല, നേരിട്ട് കൊണ്ടുവന്നിട്ടതാണ്. ശരിയാണല്ലോ. ഇവിടെ CCTV ഉണ്ടോ? ഉണ്ട് സാർ. പിന്നെ എത്രയും വേഗം അത് സെർച്ച് ചെയ്യണം സാർ. CCTV ദൃശ്യങ്ങളിൽ ഒരു കുട്ടി 3 ദിവസം മുമ്പ് ലെറ്റർ ഇടുന്നതായി കാണാൻ കഴിഞ്ഞു. ഈ കുട്ടിയെ അറിയോ? അറിയാം സാർ. ഇത് അടുത്ത വീട്ടിലെ കുട്ടിയാണ്. പേര് അമാൻ. ഈ കുട്ടിയോടൊന്ന് എനിക്ക് സംസാരിക്കണം. ഞാൻ വിളിക്കാം സാർ. കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ വഴിയിൽ വെച്ചൊരാൾ തന്നതാണെന്നും ആ ബോക്സിൽ ഇടാൻ പറഞ്ഞെന്നുമായിരുന്നു കുട്ടി കൊടുത്ത മൊഴി. വേറൊന്നും കുട്ടിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി സാർ. ക്രൈംബ്രാഞ്ച് ഓഫീസ്. സാർ, ACP സാറിനോടും മനുവിനോടും മുൻവൈരാഗ്യമുള്ള ആളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായി കഴിഞ്ഞു. കൊല ചെയ്യുന്നതിന് മുമ്പ് അത് അവരെ അറിയിക്കാനായിരിക്കണം ഇങ്ങനൊരു കത്തെഴുതിയത്. അബദ്ധവശാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് അയാൾ അറിഞ്ഞു കാണില്ല. അതെങ്ങനെ വിനയ്? 2 കൊലയ്ക്കുമിടയ്ക്ക് 1.5 ആഴ്ചത്തെ ഡിഫറൻസ് ഇല്ലേ? ചിലപ്പോൾ ഒന്നിച്ചെഴുതി വച്ചതാവില്ലേ സാർ? അല്ല, അങ്ങനൊരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എന്നാലും ശരിയാവില്ലല്ലോ. ആദ്യം കത്ത് വന്നത് മനുവിനാണ്. പക്ഷെ കൊല്ലപ്പെട്ടത് ACP. രണ്ടാമതാണ് ACPക്ക് കത്ത് വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് മനു. എനിക്ക് തോന്നുന്ന ഈ കൊലയാളി ഇത് മനഃപൂർവ്വം ചെയ്തതായിരിക്കാം. ഒരാളെ പേടിപ്പെടുത്തിയിട്ട് മറ്റൊരാളെ കൊല്ലുക. അങ്ങനെയാണെങ്കിൽ അത് എന്തിനായിരിക്കും സാർ? അത് അയാളോട് തന്നെ ചോദിക്കണം. സോറി സാർ. പിന്നെ ഒരു കാര്യം ചെയ്യേ, മനു സഞ്ചരിച്ച റൂട്ടിലെ CCTV വിഷ്വൽസ് ഒന്ന് എടുക്ക്. എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? ഓക്കെ സാർ. അല്പസമയത്തിന് ശേഷം, എക്സ്ക്യൂസ് മീ സാർ. യെസ്, കുമാർ വരൂ, ഇരിക്ക്. സാർ, ആ ഗോപാലൻ ചന്ദ്രനുമായി കോൺടാക്ട് ചെയ്ത നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അതൊരു സ്ത്രീയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്. പേര് ഫിലോമിന. അവർ മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. അവരുടെ ഫോണിൽ നിന്നും ഒരൊറ്റ നമ്പറിലേക്ക് മാത്രമേ കോള് പോയിട്ടുള്ളൂ. ആ സിമ്മും ഇവരുടെ പേരിൽ തന്നെയുള്ളതാ. ആ സിമ്മും ഈ സിമ്മും ഒരാഴ്ചത്തെ ഡിഫറൻസിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് കോൾ പോയിരിക്കുന്നത് ചന്ദ്രൻ്റെ ഫോണിലേക്കും. ഇപ്പോൾ 2 സിമ്മും സ്വിച്ച്ഡ് ഓഫ് ആണ്. പിന്നെ മനു സഞ്ചരിച്ച റൂട്ടിലെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ കുര്യൻ എന്ന ആള് കാറിൽ കയറുന്ന വിഷ്വൽസ് ഉണ്ട്. റിയലി? ബട്ട് സാർ, മുഖം വ്യക്തമല്ല. അയാൾ തൊപ്പിയും ഗ്ലാസും വെച്ച് മുഖം കവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം CCTV ഫുട്ടേജ് നിരീക്ഷിച്ചു. അപ്പോഴേക്കും പോലീസ് ഓഫീസർ വിനയുടെ ഫോൺ വന്നു. ഹലോ, പറയൂ വിനയ്. സാർ, ആ ചന്ദ്രൻ്റെ കോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പാർട്ട്ണറുമായ മോഹനൻ്റെ വീട്ടിലേക്ക് അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു കത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ വിനയ്, താനിപ്പോൾ എവിടെയാ? ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക സാർ. ഇതെവിടാ സ്ഥലം? ഓക്കെ, ഞാൻ എത്രയും വേഗം എത്താം. ഓക്കെ സാർ. അദ്ദേഹം മോഹനൻ്റെ വീട്ടിലെത്തി. ഇതാണ് സാർ ആ കത്ത്. മക്കൾ ചെയ്ത തെറ്റ് തിരുത്തേണ്ടത് മാതാപിതാക്കളാണ്. നീ അത് ചെയ്തതുമില്ല, അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. തെറ്റ് ചെയ്തവരെ കർത്താവ് ശിക്ഷിക്കും. നിന്റെ തെറ്റിൻ്റെ കൂലി മരണമാണ്. ഇനി നിനക്ക് മുന്നിൽ 3 ദിവസങ്ങൾ മാത്രം. ഇത് എപ്പോഴാ വന്നേ? ഇന്ന് രാവിലെ സാർ. ചന്ദ്രൻ്റെ വീട്ടിൽ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. അതാണ് സാറിനെ വേഗം വിവരം അറിയിച്ചത്. നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഇല്ല സാർ. പിന്നെ എന്തിനാ നിങ്ങളെ കൊല്ലുന്നത്? കൊല്ലാൻ മാത്രം വൈരാഗ്യമുള്ള എന്തോ തെറ്റ് നിങ്ങളൊക്കെ ചേർന്ന് ചെയ്തിട്ടുണ്ട്. സാർ, എന്തൊക്കെയായി പറയുന്നേ? മൂടി വെക്കുന്തോറും നിങ്ങളുടെ ജീവനാണ് ആപത്ത്. അത് ഓർത്താൽ മതി. എന്തായാലും 4-5 ദിവസത്തേക്ക് നിങ്ങൾ പുറത്തേക്കൊന്നും പോകണ്ട. വിനയ് സാർ, ഇവിടെ കാവലിൽ 3 പോലീസുകാരെ നിർത്തണം. ഓക്കെ സാർ. ഇവിടെ CCTV ക്യാമറ ഉണ്ടല്ലോ? ഉണ്ട്. ഓക്കെ, താൻ പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ക്രൈംബ്രാഞ്ച് ഓഫീസ്. സാർ പറഞ്ഞതുപോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ 3 ദിവസം നമ്മൾ കെയർഫുള്ളായിരിക്കണം. കൊലയാളി ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പാടില്ല. പുറത്തു നിന്നും ഒരു വിധത്തിലുമുള്ള കോണ്ടാക്ട്സും വേണ്ട. അതിപ്പോൾ പരിചയമുള്ളവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ആരായാലും അകത്തേക്ക് കടത്തിവിടരുത്. സാർ, ഇത്രയും സെക്യൂരിറ്റി മറികടന്ന് എങ്ങനെ അകത്ത് കയറി കൊല ചെയ്യുമെന്ന് നമുക്ക് നോക്കാം.
3 ദിവസത്തിന് ശേഷം. സാർ, കത്തിൽ പറഞ്ഞ പോലെ കൊല്ലുമെന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞു. ഇനിയും നമ്മൾ എത്ര നാൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യും? അവൻ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസർ വിനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കുമാറാണല്ലോ. ഹലോ, പറയൂ കുമാർ, എപ്പോഴാ? ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ സാർ. ആ ചന്ദ്രൻ സൂയിസൈഡ് ചെയ്തു. ചന്ദ്രനോ? അതെ സാർ. അതിനു മാത്രം എന്ത് പ്രശ്നം അയാൾക്കുണ്ടായിരുന്നേ? മനുഷ്യനല്ലേ സാർ, മനസ്സിൽ എന്തെല്ലാം പ്രശ്നങ്ങളുമായാണ് നടക്കുന്നതെന്ന് അവർക്കല്ലേ അറിയൂ. ചെറുമകന്റെ വിയോഗത്തിൽ മനം നൊന്താണെന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാ പറയുന്നത്. 2 ദിവസത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസ്. സാർ, ആ മോഹനിന്റെ വീട്ടിലെ സെക്യൂരിറ്റി ഇനിയും വേണോ? വേണം. കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം വിനയ്. അയാൾക്ക് സെക്യൂരിറ്റി വേണ്ടെന്ന് അയാൾ പറയുന്നത്. അത് അയാൾ തീരുമാനിച്ചാൽ പോരല്ലോ. അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ടാ അവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. കത്തിൽ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി സെക്യൂരിറ്റി വേണ്ടെന്ന് അയാൾ വാദിക്കുന്നത്. തൽക്കാലം സെക്യൂരിറ്റി മാറ്റണ്ട. കൊല്ലുന്നവന് 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ഒരു അവസരം കാത്തിരിക്കുകയായിരിക്കും. അയാളോട് വിനയ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചേക്ക്. ഓക്കെ സാർ. അവിടേക്ക് ഓഫീസർ കുമാർ വന്നു പെട്ടെന്ന്. വാടോ, തന്നെ കാണാനില്ലല്ലോ. കേസിന്റെ പിറകെ നടക്കുമല്ലേ സാർ? ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ? ഈ ചന്ദ്രന്റെ മരണം ആത്മഹത്യയല്ലെന്നും മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും പറഞ്ഞ് അയാളുടെ വീട്ടുകാർ ഒരു പരാതി തന്നിട്ടുണ്ട്. അതെന്തു പറ്റി ഇപ്പോൾ അങ്ങനെ തോന്നാൻ? ആത്മഹത്യ ചെയ്യാൻ മാത്രം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ലേ? കിട്ടി സാർ. അതിൽ പറയുന്നത് വീര്യം കൂടിയ വിഷം ഉള്ളിൽ ചെന്നാണ് മരണകാരണമെന്നാണ്. അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി നോക്കി. അപ്പോഴേക്കും കുമാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ, അതെ. ആ പറഞ്ഞോളൂ, എപ്പോഴാ? ഓക്കെ, ഞാനിപ്പോൾ തന്നെ എത്താം. സാർ, ആ ചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചത്. അവിടെ വീണ്ടും ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന്. നിക്ക്, ഞങ്ങൾ കൂടി വരാം. സാർ, അവരവിടേക്ക് എത്തി. വാതിൽ തുറന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. വരൂ സാർ, ഇരിക്കൂ. ഇയാൾ ചന്ദ്രന്റെ ആരാ? എൻ്റെ അച്ഛനാണ് ചന്ദ്രൻ. ഇതാണ് സാർ ആ കത്ത്. നിന്റെ സമയവും അടുത്തു. ഇനി 3 ദിവസം കൂടി മാത്രം. ഇതിൽ ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ. ഇത് എപ്പോഴാ വന്നതെന്നറിയോ? അതറിയില്ല. മുറ്റത്ത് കിടക്കുന്നത് കണ്ട് എടുത്തു നോക്കിയതാ. പരിചയമില്ലാത്ത ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇല്ല, അങ്ങനെ ആരും വന്നില്ല. ഈ ചന്ദ്രന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ഇപ്പോൾ തോന്നാൻ എന്താ കാരണം? ഇപ്പോഴല്ല സാർ, ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ പറ്റിയ മാനസികാവസ്ഥയല്ലായിരുന്നു. അതാ. അച്ചാച്ചൻ എന്നത്തെയും പോലെ തന്നെയായിരുന്നു അന്നും. ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നത്തെയും പോലെ ഞാൻ കൊടുത്ത ടാബ്ലറ്റ്സ് കഴിച്ചു കിടന്നു. അതിനുശേഷമാണ് ഞാൻ റൂമിൽ നിന്നും വന്നത് തന്നെ. എന്തിൻ്റെ ടാബ്ലറ്റാ ചന്ദ്രൻ കഴിക്കുന്നത്? അച്ചാച്ചന് അറ്റാക്ക് വന്നിട്ടുള്ളതാ, അതിൻ്റെയാ. മാത്രമല്ല, ആത്മഹത്യയാണ് ചെയ്തതെങ്കിൽ അതിനുപയോഗിച്ച പോയിസന്റെ ബോട്ടിലൊന്നും അവിടെ നിന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ചന്ദ്രന്റെ റൂമൊന്ന് കാണണം. വരൂ സാർ, ഇതാണ് റൂം. അദ്ദേഹം അവിടെ പരിശോധിച്ചു. ടേബിളിന്റെ പുറത്തിരുന്ന ടാബ്ലറ്റൊക്കെ എടുത്തു നോക്കി. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്? HR ഹോസ്പിറ്റലിൽ. അവിടെ കാർഡിയാക് സർജൻ നസീർ കോയ സാറിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അന്വേഷിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുമാറിനെ വിളിച്ചാൽ മതി. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഓക്കെ സാർ. അവർ കാറിൽ സഞ്ചരിക്കവേ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ചന്ദ്രൻ ആത്മഹത്യ ചെയ്തതല്ലെങ്കിൽ പിന്നെ എങ്ങനെ വിഷം ഉള്ളിൽ ചെന്നു? ഇനി ഇവർ ഉറങ്ങിയതിനു ശേഷം ആരെങ്കിലും അവിടേക്ക് വന്ന് വിഷം കഴിപ്പിച്ചതാണെങ്കിലോ? എങ്കിലത് CCTVയിൽ പതിയില്ലേ? അതും ശരിയാ. പിന്നെ എങ്ങനെ? ഒരു തുമ്പുമില്ലാത്ത ഈ കേസിലാണെങ്കിൽ ആകപ്പാടെ കിട്ടിയത് 3-4 ലെറ്റേഴ്സാ. അത് വെച്ച് എന്ത് കണ്ടുപിടിക്കാനാ? വിനയ്, വണ്ടി ഒന്ന് സൈഡാക്കിയേ. എന്താ സാർ? ഒന്നുമില്ല, കുറച്ച് കാറ്റ് കൊള്ളാൻ. അവർ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി. സാർ എന്താ ആലോചിക്കുന്നത്? കൊലയാളിയെക്കുറിച്ച്. അവൻ മനുവിനെ ലെറ്റർ അയച്ചിട്ട് ACPയെ കൊല്ലുന്നു. മരിച്ച ACPക്ക് കൊല്ലുമെന്ന് പറഞ്ഞ് ലെറ്റർ അയച്ച് മനുവിനെ കൊല്ലുന്നു. മോഹന് ലെറ്റർ അയച്ചിട്ട് ചന്ദ്രനെ കൊല്ലുന്നു. ഇപ്പോൾ ചന്ദ്രൻ മരിച്ചു കഴിഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞ് ലെറ്റർ അയക്കുന്നു. ഇപ്പോൾ ഇനി കൊല്ലപ്പെടാൻ പോകുന്നത് ആരാ? അത് മോഹൻ. അതെ. അപ്പോൾ ലെറ്റേഴ്സ് മാറിയതല്ല, മനഃപൂർവ്വം അയച്ചത് തന്നെയാ, അല്ലേ സാറേ? യെസ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനെ എങ്ങനെയാവും കൊന്നിട്ടുണ്ടാവുക? ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അവർ കഴിച്ചേ. പുറത്തുനിന്നും അവരാരും കഴിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ വിഷം ചന്ദ്രന്റെ മാത്രം ഉള്ളിൽ ചെന്നു? അവരാരും കഴിക്കാത്ത ഒന്ന് ചന്ദ്രൻ കഴിച്ചിട്ടുണ്ട്. അതെന്താ സാർ? അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചു. ടാബ്ലറ്റോ? അതെ, ഒരുപക്ഷെ ആ ടാബ്ലറ്റിലൂടെ ആയിരിക്കാം വിഷം ഉള്ളിൽ ചെന്നത്. അതെങ്ങനെ ശരിയാവും സാർ? അത് ഫാർമസിയിൽ നിന്ന് വാങ്ങിയതല്ലേ? അതിലെങ്ങനെ? സ്ഥിരം വാങ്ങുന്ന ഫാർമസി, സ്ഥിരം കഴിക്കുന്ന ടാബ്ലറ്റ്സ് എന്തുകൊണ്ട് ചേർത്തുകൂടാ? അത് ശരിയാ. എന്നാലും കൊലയാളി ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും സാർ. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തേടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആ ടാബ്ലറ്റ്സിൽ പോയിസൺ അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതെ. പിന്നെ എത്രയും വേഗം ചന്ദ്രന്റെ വീട്ടിൽ ചെല്ലണം. അയാൾ മരിക്കുന്നതിന് തലേ ദിവസം കഴിച്ച മെഡിസിൻസ് എല്ലാം ടെസ്റ്റ് ചെയ്യണം. ഒന്നും മിസ്സാകരുത് സാർ. നമ്മൾ വിചാരിച്ചതുപോലെ സംഭവിച്ചാൽ കൊലയാളിയിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും. എന്നാ പിന്നെ താൻ പോക്കോ. അടുത്ത ദിവസം. സാറിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. മെഡിസിനിൽ പോയിസന്റെ സാന്നിധ്യമുണ്ട്. റിയലി? അതെ സാർ. ടാബ്ലറ്റിലും
ചുമയ്ക്ക് വേണ്ടി കുടിച്ച സിറപ്പിലും രണ്ടിലും പോയിസൺ കടത്തിയിട്ടുണ്ട്. ടാബ്ലറ്റിൽ 15%, സിറപ്പിൽ 98% അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഈ ചന്ദ്രന് സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ട്. അറ്റാക്കിന് ശേഷം ഡോക്ടർ നിർത്താൻ നിർദ്ദേശിച്ചെങ്കിലും വലിക്കുന്ന ശീലം അയാൾ ഉപേക്ഷിച്ചിരുന്നില്ല. പിന്നെ ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ചന്ദ്രൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന സിറപ്പ് മാറ്റി വേറെയാണ് ഇത്തവണ ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പോൾ ആ ഡോക്ടറിന് കൊലയുമായി ബന്ധമുണ്ടാവാം. ഉണ്ടാവുമെന്നല്ല സാർ, ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പുതുതായി കുറിച്ച മരുന്നിൽ വിഷം ചേരുന്നത്? കൊലയാളി തനിയെ പ്ലാൻ ചെയ്തതാണെങ്കിൽ പഴയ ബ്രാൻഡിലുള്ളതിലല്ലേ ചേർക്കാൻ കഴിയൂ. ഇത് കറക്റ്റാക്കി എങ്ങനെ മനസ്സിലാക്കി? അതുകൊണ്ട് തന്നെ ആ ഡോക്ടർക്ക് ഇതിൽ പങ്കുണ്ടെന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം അയാളെ ചോദ്യം ചെയ്തേ പറ്റൂ. ഒരുപക്ഷെ അയാളിലൂടെ നമുക്ക് കൊലയാളിയിലേക്ക് എത്താൻ കഴിയും. അവർ വേഗം HR ഹോസ്പിറ്റലിലേക്ക് എത്തി. എന്നാൽ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഹലോ ഡോക്ടർ, എൻ്റെ പേര് ആസിഫ് ഖാൻ, ക്രൈം ബ്രാഞ്ചിൽ നിന്നാണ്. വരൂ സാർ. ഞങ്ങൾ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോഴാണ് ഡോക്ടർ ഇന്ന് ഓഫാണെന്ന് അറിഞ്ഞത്. എന്താ സാർ കാര്യം? എന്താ? ഒന്നുമില്ല, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാ. താങ്കൾക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നില്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട്. അറിയോ? അയാളെ എനിക്കറിയാം. എൻ്റെ സ്ഥിരം പേഷ്യൻസിൽ ഒരാളാണ്. ഓക്കെ. അയാളുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കൾ ഒരു പരാതി തന്നിരുന്നു. അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അയാളുടെ ഉള്ളിൽ വിഷം ചെന്നിരിക്കുന്നത് നിങ്ങൾ നൽകിയ ടാബ്ലറ്റിലൂടെയാണ്. അതിന് ഞാൻ... പറയൂ ഡോക്ടർ, ആർക്ക് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്തത്? എന്താ സാർ എന്തൊക്കെ ഈ പറയുന്നത്? ഒരു ഡോക്ടറുടെ കടമ രോഗിക്ക് മരുന്ന് കുറിച്ച് കൊടുക്കലാണ്. അതേ ഞാനും ചെയ്തുള്ളൂ. അതെങ്ങനെയാണ് കൊലയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകുന്നത്? മാത്രമല്ല, ഞാൻ കുറിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. മരുന്ന് വാങ്ങിയത് ഫാർമസിയിൽ നിന്നാണ്. പിന്നെ എങ്ങനെയാ? ഡോക്ടർ നന്നായി വാദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഡോക്ടർ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ കൊലയാളി പല കാര്യങ്ങളും വാച്ച് ചെയ്യും. അയാൾ എന്തൊക്കെ ചെയ്യും, അതെപ്പോഴൊക്കെ ചെയ്യുമെന്നൊക്കെ. ചന്ദ്രൻ്റെ കേസിലും സംഭവം അതൊക്കെ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ സ്ഥിരം കഴിക്കുന്ന ടാബ്ലറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും അതിൽ പോയിസൺ മിക്സ് ചെയ്തതും. പിന്നെ ഇവിടെ ഞങ്ങൾ ഡോക്ടറെ സംശയിക്കാൻ കാരണം വേറൊന്നാണ്. അന്ന് ഡോക്ടർ ചന്ദ്രൻ എപ്പോഴും കുറിച്ചു കൊടുക്കാറുള്ള ഒരു മരുന്ന് മാറ്റി മറ്റൊന്നാണ് എഴുതി കൊടുത്തത്. ആ മരുന്നിലാണ് പോയിസൺ കലർന്നിരിക്കുന്നത്. അതെങ്ങനെ കറക്റ്റായി ആ മരുന്നിൽ വിഷം കലർന്നു? സാർ, ഒരുപക്ഷെ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ചെയ്തതാവില്ലേ? ആ കുപ്പി പൊട്ടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ? സത്യമായിട്ടും സാർ, എനിക്കിതിലൊരു പങ്കുമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല സാർ. അപ്പോഴേക്കും ഓഫീസർ കുമാർ ചന്ദ്രൻ്റെ വീട്ടിലെ ഡ്രൈവറുമായി അവിടേക്ക് വന്നു. സാർ, ആ ചന്ദ്രനെ ഡ്രൈവറെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്ക്. എന്താ തൻ്റെ പേര്? സനൽ. സനൽ, ഈ മെഡിസിൻസൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത്? അത് ആശുപത്രിയിൽ നിന്നാണ്. സാർ എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്? എല്ലാ മെഡിസിനും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്? അതെ സാർ. അവസാനത്തെ മരുന്ന് അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഡോക്ടറെ കൊണ്ട് മാറ്റി എഴുതിച്ച് വാങ്ങി. ആ മരുന്ന് അവിടെ ഉണ്ടായിരുന്നോ? ഉവ്വ്. ഡോക്ടർക്ക് ഇനി എന്താ പറയാനുള്ളത്? സാർ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? സാർ, ആ OP ടിക്കറ്റ് എന്നെ ഒന്ന് കാണിക്കാവോ? വിനയ്. സാർ. ഡോക്ടർ അത് വാങ്ങി നോക്കി. സാർ, ഇത് ഞാൻ എഴുതിയതല്ല. ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. താൻ വെറുതെ ഉരുണ്ട് കളിക്കണ്ട. സാർ, ഞാൻ പറയുന്നത് സത്യമാണ്. അതിനുശേഷം ആ മരുന്നിൻ്റെ പേര് 2-3 പ്രാവശ്യം ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിച്ചു. OP ടിക്കറ്റിലേതുമായി അത്ര സാമ്യം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറയുന്നത് സത്യമാണെന്ന് സമ്മതിക്കാൻ അവരെ കൊണ്ട് കഴിയില്ലായിരുന്നു. കാരണം പിന്നെ എങ്ങനെയാ മെഡിസിൻ കറക്റ്റായി പോയിസൺ കലർന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ലാത്തതുകൊണ്ട് തന്നെ. സാർ, ഈ ഡോക്ടർക്ക് ഇട്ട് 2 പൊട്ടിച്ചാലോ? അയാൾ ചിലപ്പോൾ സത്യം പറയും. അതൊന്നും വേണ്ട. ആ സനലെവിടെ? അയാളെ ഒന്ന് വിളിക്ക്. സനൽ. സാർ. അപ്പോൾ താൻ പറയുന്നത് പഴയ മരുന്ന് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഡോക്ടറിനെ കണ്ട് മാറ്റി എഴുതി വാങ്ങിച്ചെന്നാണ്? അതെ സാർ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയത് ചന്ദ്രനാണോ സനലാണോ? അത് ഞങ്ങൾ 2 പേരുമല്ല സാർ. പിന്നെ? അത് ഫാർമസിയിലുള്ള പയ്യനായിരുന്നു. ഫാർമസിയിലുള്ള പയ്യനോ? അതെ സാർ. അതിലെഴുതിയിരിക്കുന്ന മരുന്ന് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് പുറത്തുനിന്നും വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഈ മരുന്ന് ഇപ്പോൾ സ്റ്റോക്കില്ലെന്നും പുറത്തു പോയി അന്വേഷിച്ചാലും കിട്ടില്ലെന്നും. അങ്ങനെ ആ പയ്യൻ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതി കൊണ്ടുവന്നു. ആ പയ്യൻ ഇനി കണ്ടാൽ താൻ തിരിച്ചറിയോ? അറിയാം. വിനയ്. സാർ, വണ്ടിയെടുക്ക്. അവർ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തി. വിനയ്, ഇവിടുത്തെ വേണ്ടപ്പെട്ടവർ ആരാണെന്ന് വെച്ചാൽ അവരെ ഇങ്ങോട്ട് വിളിക്കുക. സാർ, ഇവിടെ ഫാർമസിയിലെ സ്റ്റാഫുകളെ എല്ലാം ഒന്ന് വിളിക്കണം. സാർ, അതിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് പ്ലീസ് സാർ, ഞങ്ങളുടെ ആശുപത്രിനെ അത് ബാധിക്കും. ഓക്കെ. സനൽ. സാർ, താൻ പോയി അന്ന് മരുന്ന് തന്ന ആ പയ്യൻ അവിടെ ഉണ്ടോ എന്ന് ചെന്ന് നോക്ക്. ശരി സാർ. സനൽ അവിടെ ചെന്ന് നോക്കി. കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്നു. അവിടെ ആ പയ്യനില്ല സാർ. താൻ നല്ലതുപോലെ നോക്കിയിരുന്നോ? നോക്കി സാർ, അവിടെ ഇല്ല. ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്കൊന്ന് കാണണം. ഗോപൻ, സാറിന് അതൊന്ന് കാണിച്ചു കൊടുക്ക്. ഓക്കെ സാർ. ഓരോ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസിലെയും ഫോട്ടോ സനലിനെ കാണിച്ചു. അതിൽ ജെയിംസ് എന്ന ആളുടെ ഫോട്ടോ കണ്ട് സനൽ ഉറപ്പിച്ചു. സാർ, ഈ പയ്യനാണ്. ഇവനോ? അതെ. ഉറപ്പാണല്ലോ? അതെ സാർ, ഉറപ്പാണ്. ജെയിംസ് ആൽബർട്ട്. ഇയാളൊന്നും വന്നിട്ടില്ലേ? 4-5 ദിവസമായിട്ട് ഇവൻ വരുന്നില്ല സാർ.
വിനയ്, ഇവൻ്റെ ഡീറ്റെയിൽസ് എത്രയും വേഗം എടുക്കണം. സാർ, ഇവിടെ ഫാർമസിയിൽ CCTV ഇല്ലേ? ഉണ്ട് സാർ. ചന്ദ്രൻ ആശുപത്രിയിൽ വന്ന തലേ ദിവസത്തെ CCTV ഫുട്ടേജ് ഒന്ന് കാണണം. അന്നത്തെ ദിവസത്തെ ഫുട്ടേജിൽ സനൽ മരുന്ന് വാങ്ങുന്നതും സംസാരിക്കുന്നതുമെല്ലാം അതിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് വേണം. ശരി സാർ. അതിനുശേഷം ജെയിംസിനെ കുറിച്ച് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചറിഞ്ഞു. ശേഷം അവർ തിരികെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. സാർ, ജെയിംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. സാറിന് ഓർമ്മയുണ്ടോ, ഈ കേസിൻ്റെ ആദ്യം നമ്മളൊരു കേസിനെ കുറിച്ച് സംസാരിച്ചത്? ഒരു മാധ്യമപ്രവർത്തകൻ്റെയും ഒരു പെൺകുട്ടിയുടെയും കൊലപാതകത്തെക്കുറിച്ച്. യെസ്, ഞാൻ ഓർക്കുന്നു. അന്ന് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ ജെയിംസ്. ഓഹോ, അപ്പോൾ ഈ കൊലയ്ക്കൊക്കെ പിന്നിൽ ജെയിംസ് ആണല്ലേ? അതെ സാർ. താനെന്ന് പറഞ്ഞതുപോലെ ആ കൊലപാതകത്തിന് പിന്നിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടവർക്കും ഇനി കൊല്ലപ്പെടാൻ പോകുന്നവർക്കും എന്തോ കണക്ഷനുണ്ട്. ഈ ജെയിംസ് 3 മാസം മുമ്പാണ് ആശുപത്രിയിൽ ജോയിൻ ചെയ്യുന്നത്. ചന്ദ്രൻ മരിച്ചതിന് പിറ്റേ ദിവസം മുതൽ അയാൾ അവിടെ വന്നിട്ടില്ല. 3 മാസത്തെ പ്ലാനിംഗ് ആയിരുന്നു. ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് എത്ര നാളായി? 4 മാസം കഴിഞ്ഞു. സാർ, അപ്പോൾ ഈ കൊലയ്ക്ക് പിന്നിൽ ഡോക്ടർക്ക് പങ്കില്ലെന്നാണോ? ഡോക്ടറിന് ഇതിൽ ഒരു പങ്കുമില്ല. അപ്പം മരുന്ന് എങ്ങനെ? ചന്ദ്രൻ മാസം തോറും ചെക്കപ്പിനായി ആശുപത്രിയിൽ പോകാറുണ്ട്. ഏകദേശം ഒരേ ടാബ്ലറ്റ് തന്നെയാണ് അയാൾ യൂസ് ചെയ്യുന്നത്. അന്നേ ദിവസം ചന്ദ്രൻ യൂസ് ചെയ്യുന്ന ചുമക്കുള്ള സിറപ്പ് അവിടുത്തെ ഫാർമസിയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെയൊന്നിൽ വിഷം കലർത്തി അത് കൊടുക്കാൻ വേണ്ടി അവൻ തീരുമാനിച്ചു. ചന്ദ്രൻ വിദ്യാഭ്യാസമുള്ള ആളായതിനാൽ സ്വാഭാവികമായും മെഡിസിൻസൊക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതുകൊണ്ട് സിറപ്പ് ഡോക്ടർ മാറ്റിയതാണെന്ന് അവരെ പറഞ്ഞ് അവൻ വിശ്വസിപ്പിച്ചു. OP ടിക്കറ്റിൽ മെഡിസിൻസ് മാറ്റി എഴുതി. അപ്പോൾ മെഡിസിൻ മാറ്റി എഴുതിയത് അതെ, ജെയിംസ് തന്നെയായിരുന്നു. എന്നാലും കറക്റ്റായി ആ മെഡിസിൻസ് എടുക്കാൻ അവൻ്റെ കയ്യിൽ തന്നെ എങ്ങനെ വന്നു? അത് പിന്നെ ഈ CCTV വിഷ്വൽസ് നല്ലതുപോലെ നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. ചന്ദ്രൻ്റെ ടോക്കൺ നമ്പർ കറക്റ്റായി അവൻ്റെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അയാൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വിനയ് ആ വിഷ്വൽസ് നല്ലതുപോലെ ശ്രദ്ധിച്ചു. അതെ സാർ, തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ സാർ. ഇനി ജെയിംസിനെ പൊക്കാമല്ലോ. അതിനവനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. വിനയ് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ഫസ്റ്റ് നമ്മൾ ഈ കേസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ഫാമിലിയെ നമ്മൾ വിട്ടുപോയില്ലേ? വിനയ്ക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി സാർ. ജാൻസിയുടെ വീടുമായി നല്ല റിലേഷനുള്ള കുടുംബം, അതാണോ? യെസ്, നമുക്ക് അവിടേക്കൊന്ന് പോകണം. ഈ ജെയിംസിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കിട്ടിയാലോ? ശരി സാർ. അവരവിടേക്ക് യാത്രയായി. വീട് നേരത്തെ വിനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ആരോടും ചോദിക്കേണ്ടി വന്നില്ല. നേരെ വീട്ടിലേക്ക് എത്തി ഡോറിൽ മുട്ടി. അകത്തു നിന്നും ഒരാൾ വാതിൽ തുറന്നു. അതൊരു സ്ത്രീയായിരുന്നു. ആരാ? എൻ്റെ പേര് വിനയ്. ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്നുമാണ് വരുന്നത്. ഇവിടെ വേറെ ആരുമില്ലേ? ചേട്ടനുണ്ട്, ജോലിക്ക് പോയിരിക്കുക. നിങ്ങളുടെ പേരെന്താ? മോളീന്നാ സാറേ. ഓക്കെ, ഞങ്ങൾ വന്നതേ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാ. ഇവിടെ ഈ ഫിലോമിനയുടെ വീടേതാ? അയ്യോ സാറേ, അവരൊക്കെ ഇവിടുന്ന് പോയി കുറച്ചു കാലമായി. എവിടേക്കാ പോയത്? അതറിയില്ല സാർ. നിങ്ങളും അവരുമായി നല്ല അടുപ്പത്തിലാണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. എന്നിട്ട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയില്ലേ? അത് അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അവരിവിടുന്ന് പോയതിന് ശേഷം ഒരു ബന്ധവുമില്ല. അവരിവിടുന്ന് പോയിട്ട് എത്ര നാളായി? 2-2.5 വർഷം കഴിഞ്ഞു സാറേ. നിങ്ങൾ അവരുമായിട്ട് എങ്ങനെയാ പരിചയം? ഞങ്ങളിവിടെ വീട് വെച്ച് താമസിക്കാൻ വരുമ്പോഴേ അവരിവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയും 2 മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സഹകരണമായിരുന്നു. മോളിക്കൊരു റമീസിനെ അറിയുമോ? അറിയാം. എങ്ങനെ അറിയാം? ഫിലോമിന ചേച്ചിയുടെ മോളുടെ കൂട്ടുകാരനായിരുന്നു കൂടെ ജോലി ചെയ്യുന്നത്. അതായത് ജാൻസി, അതാണ് ആ കുട്ടിയുടെ പേര്. ഓക്കെ, ജാൻസിക്കൊപ്പം എപ്പോഴും ഇവിടെ വരുമായിരുന്നു. അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. അടുപ്പമെന്ന് പറയുമ്പോൾ പ്രണയം? അയ്യോ, അങ്ങനല്ല സാർ. അവർ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. അത് മോളിക്ക് എങ്ങനെ അറിയാം? അത് സാറേ, ആ കുട്ടിക്ക് വേറൊരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. അവരുടെ വിവാഹം ഉറപ്പിച്ചതാണ്. എന്താ അവൻ്റെ പേര്? ജെയിംസ്. റമീസിൻ്റെ ഒറ്റ ചങ്ങാതിയായിരുന്നു. റമീസിനൊപ്പം ചിലപ്പോഴൊക്കെ ഇവിടെ വരുമായിരുന്നു. അങ്ങനെയാ ജാൻസിയുമായി അടുപ്പത്തിലായത്. എൻഗേജ്മെൻറ്റിന് 3 ദിവസം മുമ്പ് റമീസിനെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തി. അങ്ങനെ അത് മാറ്റിവെച്ചു. പിന്നാലെ ആ കുട്ടിയുടെ മരണവും. മോളിയുടെ കണ്ണ് നിറഞ്ഞ് സംസാരം ഇടറുന്നുണ്ടായിരുന്നു. ഈ ജെയിംസിന് ബന്ധുക്കൾ ആരുമില്ലേ? ആരുമില്ലെന്നാ പറഞ്ഞ. അപ്പോൾ ജാൻസിയെ കൊലപ്പെടുത്തിയത് ജെയിംസ് തന്നെയായിരുന്നു അല്ലേ? അങ്ങനെയാ പോലീസ് പറഞ്ഞ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ല സാറേ, ആ കുട്ടിക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ മാത്രമല്ല, ഫിലോമിന ചേച്ചിയും ആ പയ്യനെ അറിയുന്ന ആരും അത് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ജെയിംസിനെ ജയിലിൽ നിന്നും ഇറക്കാൻ ഫിലോമിന തന്നെ കോടതി കയറി ഇറങ്ങിയത്. അതെ സാർ, അതിനുവേണ്ടി സ്വന്തം വീട് പോലും വിറ്റാണ് അവർ കേസ് നടത്തിയത്. അവർക്ക് വട്ടാണെന്നവരെ നാട്ടുകാർ പറഞ്ഞു നടന്നു. കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കുറച്ചുനാൾ അവർ സമരം നടത്തിയില്ലേ? പിന്നെന്താ പെട്ടെന്ന് പിന്മാറിയത്? അത് സാർ, സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ മോനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് കുറച്ചുപേർ വന്ന് ഭീഷണിപ്പെടുത്തി. അതാ. അപ്പോൾ ഇവിടുന്ന് പോയതിനു ശേഷം മോളെ അവരെ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല സാർ. വീട് വിറ്റതിന് ശേഷവും കുറച്ചുനാൾ അവരിവിടെ വാടകയ്ക്ക് തന്നെ താമസിച്ചിരുന്നു. അപ്പോഴാ ഫിലോമിന ചേച്ചി മരിക്കുന്നത്. അതിനുശേഷം മകൻ ജോൺ കുറച്ച് ദിവസം താമസിച്ചിരുന്നു. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയതാ. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ജെയിംസ് ജയിലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഇവിടേക്ക് വരികയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല സാർ, ഇവിടെ വന്നിട്ടില്ല.
ജെയിംസിന്റെ വീട് എവിടെയാണെന്ന് മോളിക്ക് അറിയില്ല അല്ലേ? ഇല്ല സാർ, സത്യമായിട്ടും എനിക്കറിയില്ല. ശരി, ഞങ്ങളത് വിശ്വസിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഓ വിനയ് സാർ, നമ്മുടെ ഒരാളെ ഇവിടെ നിർത്തണം. ഇവരെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കേണ്ട സാർ. അവരവിടെ നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോൾ വിനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ, ആണോ? ഓക്കെ, ഞങ്ങളിപ്പോൾ തന്നെ എത്താം. സാർ, ജെയിംസിന്റെ വീട് കണ്ടുപിടിച്ചു. കുമാർ ഇപ്പോൾ സ്റ്റേഷനിലുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്യുക അങ്ങോട്ടേക്ക് പോകാൻ. താങ്ക് ഗോഡ്. വേഗം വണ്ടി എടുക്ക്. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം അവർ സ്ഥലത്തെത്തി. കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനോട് വഴി ചോദിച്ചു. അതെ, ഈ സെന്റ് ആന്റണീസ് ചർച്ച് എവിടെയാ? അത് കുറച്ചുകൂടി പോയിട്ട് ഇടത്തോട്ടുള്ള വഴിയാ. താങ്ക്സ്. വീണ്ടും അവർ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു. ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഓഫീസർ ആസിഫ് ഖാന് ഒരു കാഴ്ച കണ്ടു. പോസ്റ്റിലും മതിലിലുമൊക്കെ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. വിനയ്, വണ്ടി ഒന്ന് നിർത്തിയേ. എന്താ സാർ? അദ്ദേഹം കാറിന് പുറത്തേക്ക് ഇറങ്ങി. ആ പോസ്റ്റർ നോക്കി. ജെയിംസ് ആൽബർട്ട്, 28 വയസ്സ്, ആദരാഞ്ജലികൾ. സാർ, നമ്മൾ തിരക്കി വന്ന ജെയിംസ് അല്ലേ ഇത്? ഇതെപ്പോൾ സംഭവിച്ചു? അപ്പോഴേക്കും അതുവഴി പോയ കാൽനട യാത്രക്കാരനോട് കാര്യം തിരക്കി. നിന്നേ, അതെ, ഈ പയ്യൻ എന്നാ മരിച്ച? അത് 2-3 ദിവസമായി. എങ്ങനെയാ മരിച്ച? ആത്മഹത്യ ചെയ്തതാ. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. എന്തിന്? അതവന് മാത്രമേ അറിയൂ. അപ്പോൾ നമ്മുടെ കേസ് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ സാർ. ചിലപ്പോൾ നമ്മൾ ഈ തെറ്റിദ്ധരിപ്പിക്കാനായി ഒട്ടിച്ചതാണെങ്കിലോ? എങ്കിൽ നാട്ടുകാരിങ്ങനെ പറയോ? നാട്ടുകാരെ അവരാരെങ്കിലും ഒരാൾ പറയുന്നത് പാടി നടക്കുന്നവരാ. സാർ എന്ത് പറയുന്നു? നമുക്ക് ആ അച്ഛനെ ഒന്ന് കാണണം. കുമാർ, എന്താ അച്ഛൻ്റെ പേര് പറഞ്ഞ്? ഫാദർ സെബാസ്റ്റ്യൻ എന്നാ. അതിൻ്റെ മുന്നിൽ തുമ്പും വാലും ഒക്കെ ഉണ്ട്, അത് ഞാൻ മറന്നു. അവർ പള്ളിമുറ്റത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടേക്ക് കപ്പ്യാർ വന്നു. ആരാ? ഞങ്ങൾ ക്രൈം ബ്രാഞ്ചിൽ നിന്നാ. എന്താ സാറേ കാര്യം? ഞങ്ങൾക്ക് ഫാദറിനെ ഒന്ന് കാണണം. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാ. ഫാദർ അകത്തുണ്ട്, വരൂ. അച്ചോ, അച്ഛനെ കാണാൻ വന്നതാ. പോലീസുകാരാ. എന്താ സാറേ? അച്ചോ, എൻ്റെ പേര് ആസിഫ് ഖാൻ, ക്രൈം ബ്രാഞ്ചിൽ നിന്നാ. ഞങ്ങൾക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താ സാർ? എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഫാദറിനൊരു ജെയിംസിനെ അറിയോ? ഇവിടുത്തെ ഓർഫനേജിൽ വളർന്ന്. അറിയാം. അവനെ അന്വേഷിച്ച് വന്നതാണോ? അതെ. അവൻ പറഞ്ഞിരുന്നു അന്വേഷിച്ച് വലിയ ചില ആളുകൾ വരുമെന്ന്. അത് പോലീസാണെന്ന് ഞാൻ കരുതിയില്ല. 3 ദിവസം മുമ്പ് അവനിവിടെ വന്നിരുന്നു. കുമ്പസരിക്കണമെന്ന് പറഞ്ഞു വന്നതാ. പക്ഷേ കുമ്പസരിച്ചില്ല. പകരം അങ്ങുമിങ്ങും തൊടാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. എന്താ അവൻ പറഞ്ഞത്? അത് അദ്ദേഹം അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ആഹാ, ഇതാരാ? നീ ജയിലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി 2-3 മാസമായി. ആണോ? നീ ഇവിടെ എന്താ? ആരെങ്കിലും കാണാൻ വന്നതാണോ? അതെ, അച്ഛനെ കാണാൻ. പിന്നെ എനിക്കിവിടെ ആരെ കാണാനാ ഉള്ളത്? എന്താ കാര്യം? വേറൊന്നുമില്ല അച്ചോ, ഞാനൊന്ന് കുമ്പസരിക്കാൻ. കുമ്പസാര രഹസ്യം പുറത്ത് പറയാൻ പാടില്ല എന്നല്ലേ അച്ചോ? അതെ. എന്നാ പിന്നെ വേണ്ട. അതെന്താ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഒന്ന് അച്ഛനെ കാണാനായിട്ട് വന്നതാ. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാതെ വഴിയിൽ കളഞ്ഞപ്പോൾ വളർത്തി വലുതാക്കിയത് അച്ഛനാ. വേറെ ആരുമില്ല എനിക്ക് വിഷമങ്ങൾ പറയാൻ പോലും. എന്താ നിനക്ക് പറയാനുള്ളത്? 2-3 ദിവസത്തിനകം എന്നെ അന്വേഷിച്ച് ചിലർ ഇവിടെ വരും. അവരെന്നെ കുറിച്ച് ചിലതൊക്കെ ചോദിക്കും. അച്ഛൻ അറിയുന്നതെല്ലാം പറയണം. അവർ ഉദ്ദേശിക്കുന്ന ആൾ ഞാൻ തന്നെയാണെന്നും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തതെന്നും അവരോട് പറയണം. ചെയ്യാത്ത തെറ്റിനാ 3.5 കൊല്ലം അകത്ത് കിടന്നത്. വേണ്ടപ്പെട്ടവരൊക്കെ പോയി. ഇനി എന്തിനാ ജീവിക്കുന്നത്? നീ എന്താ മരിക്കാൻ പോവാന്നോ? മരണമൊന്നിനും ഒരു പരിഹാരമാകില്ല. കർത്താവെല്ലാം നേരെയാക്കും. നീ സമാധാനപ്പെട്. പിന്നെ ഒരു ചിരിയോട് ഒന്നും മിണ്ടാതെ അവൻ പോയി. പിന്നെ കണ്ടത് പിറ്റേ ദിവസം കത്തിക്കരിഞ്ഞ നിലയിലാ. ബോഡി എവിടെയാ കണ്ടത്? അവന്റെ വീട്ടിൽ തന്നെ. ആത്മഹത്യ ചെയ്തതാണോ? അതോ? ആത്മഹത്യ ചെയ്തതാ. അവൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ചപ്പോഴേ ജോൺ അയൽക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയതാ. പക്ഷെ അവർ വരുന്നതിനു മുമ്പ്. ഈ ജോൺ എന്ന് പറയുമ്പോൾ ജെയിംസ് കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയുടെ സഹോദരനാ. അവർ ഒന്നിച്ചായിരുന്നോ താമസം? അതെ. ജെയിംസ് ജയിലിൽ നിന്നും വരുന്നതിന് മുമ്പേ ആ കുട്ടി ഇവിടെ വന്ന് താമസമാക്കിയിരുന്നു. ഈ ജെയിംസിന്റെ പാരൻസൊക്കെ? അവനാരുമില്ല സാർ. ഉണ്ടായിരുന്നവരൊക്കെ പോയി. ഞങ്ങളുടെ ഓർഫനേജിൽ ഏകദേശം 7 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് അവൻ വരുന്നത്. അവൻ്റെ അമ്മ അവനെയും അച്ഛനെയും ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോയി. അതിനുശേഷം ജെയിംസിന്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചു. അവനെ നോക്കാൻ വേണ്ടി കൂടിയായിരുന്നു അത്. ആദ്യമൊക്കെ അവർക്ക് അവനെ വലിയ കാര്യമായിരുന്നു. പിന്നെ അത് മാറി. അവനെ തിരിഞ്ഞു പോലും നോക്കാതെയായി. കാരണം അവർക്ക് വേറെ 2 മക്കൾ കൂടി ഉണ്ടായിരുന്നു. എന്നും അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസമാണ് ജെയിംസിന്റെ അച്ഛൻ ആ ക്രൂരകൃത്യം നടത്തിയത്. അവൻ്റെ അമ്മയെ അവൻ്റെ വീട്ടിൽ ചെന്ന് കഴുത്തറുത്തു കൊന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ അയാളും ആത്മഹത്യ ചെയ്തു. അതിനുശേഷമാണ് അവൻ ഇവിടെ വരുന്നത്. ഈ ജോൺ ഇപ്പോൾ എവിടെയുണ്ട്? അതറിയില്ല സാർ. ജെയിംസിന്റെ മരണത്തിന് ശേഷം ആ കുട്ടി ഇവിടുന്ന് പോയി. പിന്നെ ആരും ഇവിടെ കണ്ടിട്ടില്ല. ഓക്കെ ഫാദർ, സഹകരിച്ചതിന് താങ്ക്സ്. പിന്നെ ഈ ജോൺ ഇവിടെ വരികയോ എന്തെങ്കിലും വിവരം ലഭിക്കുകയോ ചെയ്താൽ ഞങ്ങളെ അറിയിക്കണം. ശരി സാർ. അവരവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി. അപ്പോൾ ജെയിംസ് മരിച്ചു. സാർ, എനിക്കൊരു സംശയം. എന്താ? ചിലപ്പോൾ ഈ ജോണായിരിക്കുമോ ജെയിംസിനെ കൊന്നത്? അതെന്താ അവനെ അങ്ങനെ തോന്നാൻ? അല്ല, അവൻ്റെ ചേച്ചിയെ കൊന്നതിലുള്ള പ്രതികാരം ആ ഒരു രീതിയിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ അവരവനെ ജയിലിൽ നിന്നും ഇറക്കിയത്? അത് നിയമത്തിന് വിട്ടുകൊടുക്കാതെ സ്വയം ശിക്ഷ നൽകാമെന്ന് കരുതി കാണും. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ.
ഏയ് അതിന് സാധ്യതയില്ല. ഈ ജെയിംസും ജോണും കൂടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നത്. ജെയിംസ് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സൂയിസൈഡ് ചെയ്തു. പിന്നെ ജോൺ, അവന് ചിലപ്പോൾ ചെയ്തു തീർക്കാൻ എന്തെങ്കിലും ബാക്കി കാണും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ പ്രതി ജെയിംസാണ്. അയാൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും കൊലപാതകങ്ങൾ നടക്കാമെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? യെസ്. എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം അവരിങ്ങനെ ചെയ്തത്. ജോണിൻ്റെ ഫോട്ടോ സംഘടിപ്പിക്കണം, എന്നിട്ട് എല്ലാ സ്റ്റേഷനിലും അറിയിക്കണം. അവനെ എവിടെ കണ്ടാലും പൊക്കിയേക്കണം. അവൻ്റെ മനസ്സിൽ ഇനി എന്ത് പ്ലാനാണെന്നറിയില്ല. ഓക്കെ സാർ. പിറ്റേ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസ്. സാർ, വരൂ വിനയ്. സാറ് പറഞ്ഞതുപോലെ ജോണിൻ്റെ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലും അയച്ചിട്ടുണ്ട്. ഗുഡ്. പിന്നെ ജെയിംസിൻ്റെ മരണത്തെക്കുറിച്ച് നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചു. കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്ന് രാത്രി ഏകദേശം 1 മണിയൊക്കെ ആകാറായപ്പോഴാണ് ജോണും ജെയിംസും അവിടെ എത്തുന്നത്. ടാക്സിയിലായിരുന്നു വന്നത്. കാറിൻ്റെ ഒച്ച കേട്ട് അവിടെ അടുത്ത് താമസിക്കുന്ന അനിൽ എന്ന ആള് ജനലിലൂടെ നോക്കുമ്പോൾ കാർ തിരിഞ്ഞു പോവുകയും അവർ വീട് തുറന്ന് കയറുന്നതുമാണ് കണ്ടത്. പിന്നെ പിറ്റേന്ന് ജെയിംസ് അടുത്തുള്ള വീട്ടുകാരുമായി സംസാരിക്കുകയും അച്ഛനെ കാണാൻ പള്ളിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ മരിച്ചത് ജെയിംസ് ആണോ എന്നതിൽ സംശയം വേണ്ട അല്ലേ? നാട്ടുകാരുടെ മൊഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വേണ്ടെന്നാ തോന്നുന്നത്. ജോണിനെ പറ്റി വല്ല വിവരം കിട്ടിയോ? ഇല്ല സാർ, അന്വേഷണം നടക്കുന്നുണ്ട്. എന്തേലും വിവരം കിട്ടാതിരിക്കില്ല. പിന്നെ ജെയിംസ് മരിച്ച ദിവസവും അതിനടുത്ത ദിവസവും അവനവിടെ ഉണ്ടായിരുന്നു. സാർ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കേസ് അന്വേഷണം അവസാനിച്ചില്ലേ? ജെയിംസാണ് ACPയെയും മറ്റുള്ളവരെയും കൊന്നത്. അതിനുള്ള തെളിവുകളുണ്ട്. ഇപ്പോൾ ആ പ്രതി മരിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, നമ്മുടെ കേസ് അവസാനിച്ചു. കേസ് ഫയൽ ഉടൻ തന്നെ ക്ലോസ് ആക്കാം. എന്നാലും അവരെവിടെ ബാക്കി വച്ചതിന് തുടർച്ച ഉണ്ടാകുമോ എന്നറിയണമല്ലോ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. 2 ദിവസത്തിന് ശേഷം ഓഫീസർ ആസിഫ് ഖാന്റെ ഫോണിലേക്ക് വിനയുടെ കോൾ വന്നു. ഹലോ, പറയൂ വിനയ്. സാർ, ന്യൂസ് കണ്ടായിരുന്നോ? ഇല്ല, എന്താ വിനയ്? സാർ, ആ മോഹനന്റെ മകൻ കൊല്ലപ്പെട്ടു. എപ്പോൾ? ഇന്നലെ രാത്രി. ആ പയ്യന്റെ ഫ്രണ്ടിന്റെ ബാച്ചിലർ പാർട്ടിക്ക് പോയി വരുമ്പോഴായിരുന്നു സംഭവം. കാറിന്റെ ടയർ പഞ്ചറായത് നോക്കുന്നതിന് വേണ്ടി പുറത്തിറങ്ങിയതാ. പിന്നിൽ നിന്നും കുത്തിയാണ് കൊന്നിരിക്കുന്നത്. 8ഓളം കുത്തുകളുണ്ട്. മരിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ടാ കൊലയാളി പോയത്. പ്രതിയെ ഒരാൾ കണ്ടിരുന്നു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആള് ജോണാണ്. കുറ്റം അവൻ സമ്മതിച്ചു. പിന്നെ 2 ദിവസത്തേക്ക് അവനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം വിനയ്. അതിനെന്താ സാർ, നമുക്ക് പോകാം. ഓക്കെ വിനയ്, ശരി സാർ. അവർ ജോണിനെ കാണുന്നതിന് വേണ്ടി സ്റ്റേഷനിലെത്തി. വരൂ സാർ. അവനെങ്ങനെയാ കുമാർ, എല്ലാം പറയുന്നുണ്ടോ? അവൻ പറയുന്നത് മറ്റു കൊലകളൊന്നും അവന് പങ്കില്ലെന്നും ഇത് മാത്രമാണ് അവൻ ചെയ്തതെന്നാ. അവർ സംസാരിച്ചുകൊണ്ട് നടന്ന് ജോണിന്റെ അടുത്തെത്തി. ഹലോ ജോൺ, ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസർ ആസിഫ്. അറിയാം സാർ. ഓ, എങ്ങനെ? ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ജോൺ എന്ത് ചെയ്യുക? ഞാൻ ഡിഗ്രി 2nd ഇയർ പഠിക്കുക. നിനക്കും കൊല്ലപ്പെട്ട സച്ചിനും തമ്മിൽ എന്തായിരുന്നു കൊല്ലാൻ മാത്രമുള്ള പ്രശ്നം? അവൻ എൻ്റെ ചേച്ചിയെ കൊന്നു. അതുകൊണ്ട്. നീ അവൻ എന്തിനു കൊന്നു? അതിനിവിടെ കോടതിയും നിയമമൊക്കെ ഉണ്ടല്ലോ. അത് പണമില്ലാത്തവർക്ക് വേണ്ടിയല്ലേ സാർ. പണമുള്ളവർക്ക് എന്തും ചെയ്യാം. എന്നിട്ട് ആ തെറ്റ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ഊരിപ്പോവുകയും ചെയ്യാം. കൂട്ടിന് നിങ്ങളെപ്പോലെ ഒരു നിയമപാലകനും കൂടി ഉണ്ടായാൽ മതിയല്ലോ. എല്ലാവരും ഒരുപോലെയല്ല ജോൺ. നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത് പണമാണ് സാർ. പണത്തിനനുസരിച്ച് മനുഷ്യർ മാറും. ഓക്കെ, ചേച്ചിയെ കൊന്നതിന് ജോൺ സച്ചിനെ കൊന്നു. പിന്നെ മറ്റുള്ളവരെന്തിനാ കൊന്നത്? അതിലെനിക്ക് പങ്കില്ല. ശരി, നിനക്കതിൽ പങ്കില്ല, സമ്മതിച്ചു. അതൊക്കെ ചെയ്തത് ജെയിംസ് ആണ്. അവനെന്തിന് സൂയിസൈഡ് ചെയ്തു? സാറിനോടല്ലേ പറഞ്ഞത് എനിക്കറിയില്ലാന്ന്. എനിക്കതിലൊരു പങ്കുമില്ല. മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയില്ല അല്ലേടാ. സാർ, വേണ്ട സാർ, കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ്. സോറി കുമാർ. അതിനുശേഷം വീണ്ടും സമാധാനത്തിൽ ചോദിച്ചു. ജോൺ, താൻ ഞങ്ങളോട് സഹകരിക്കണം. തൻ്റെ ജീവൻ തന്നെ ആപത്തിലാണ്. ആ മോഹനൻ തന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീ പുറത്തിറങ്ങാൻ അവർ കാത്തിരിക്കുകയാണ്. അതിനയാൾ ജീവനോട് ഉണ്ടെങ്കിലല്ലേ സാറേ? അതെന്താ, നീ അയാളെയും കൊല്ലുമോ? യെസ്. അതിന് നീ പുറംലോകം കണ്ടിട്ട് വേണ്ടേ? ജോൺ അവരെ ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി. ചോദ്യം ചെയ്തു കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോയി. കുമാർ സാർ, അവനെ സൂക്ഷിക്കണം. അവനെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവൻ്റെ കണ്ണുകളിൽ ആ കോൺഫിഡൻസ് കാണാം. നാളെ കൂടി കഴിഞ്ഞാൽ അവനെ കോടതിയിൽ ഹാജരാക്കും. പിന്നെ അവിടെ നിന്ന് നേരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക്. പിന്നെ എങ്ങനെയാ സാർ? ഇനി അവൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തതാണോ സാർ? അറിയില്ല. എന്തായാലും ആ മോഹനോട് ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. അയാൾ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുക. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ പോലീസും കോടതിയും ഒക്കെ എന്തിനാ? എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക കുമാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ സാർ. ഒരാഴ്ചയ്ക്ക് ശേഷം നഗരത്തിൽ വീണ്ടും കൊലപാതകം കൂടി. ജോഗിങ്ങിന് പോയ മധ്യവയസ്കനെ സ്കൂട്ടറിലെത്തിയ ആള് ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. വാർത്തകൾ വിശദമായി. തുടർ കൊലപാതക പരമ്പരയിൽ പുതിയൊരു കണ്ണികൂടി. മോഹൻ 52 വയസ്സ്. ജോഗിങ് പോകും വഴി ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. നേരത്തെ ഇദ്ദേഹത്തിന്റെ മകനെയും കൊലപ്പെടുത്തിയിരുന്നു. ആ കേസിലെ പ്രതി ജോൺ ഇപ്പോൾ റിമാൻഡിലാണ്. മോഹനന്റെ കൊലപാതകയെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. സ്കൂട്ടറിൽ എത്തിയ ആൾ മോഹനന്റെ പുറത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഹെൽമറ്റ് വച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കൊലപാതക പരമ്പരയിലെ 1-ാം പ്രതി ജെയിംസ് നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. 2-ാമത്തെ പ്രതി ജോൺ ഇപ്പോൾ റിമാൻഡിലാണ്. ഈ കൊലപാതകത്തോടെ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ്.
4-5 ദിവസത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസ്. മോർണിംഗ് സാർ. മോർണിംഗ്. സാർ ലീവായിരുന്നല്ലേ? അതെ, ചെറിയൊരു യാത്ര. സാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഓ, അതാണല്ലോ ഫ്ലാഷ് ന്യൂസ്. പ്രതിയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല സാർ. നമ്മൾ അന്വേഷിച്ചിരുന്ന കേസല്ലേ? ഒരു തലവേദന പിടിച്ച കേസാ. ഒരുത്തനെ കണ്ടെത്തിയപ്പോൾ അവൻ കയറി ചത്തു. ഇനി ഒരു തെളിവുമില്ലാതെ നമ്മളിനി എവിടുന്ന് തുടങ്ങും സാർ? ഇത് ഓൾറെഡി നമ്മൾ തുടങ്ങി വെച്ചതല്ലേ വിനയ്? മാത്രമല്ല പ്രതിയെയും കിട്ടിക്കഴിഞ്ഞു. പിന്നെന്താ സാറെന്താ ഈ പറയുന്നേ? നമ്മൾ കണ്ടെത്തിയ പ്രതി ജെയിംസ് അല്ലേ? അവൻ മരിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാ? അതിന് ജെയിംസ് മരിച്ചിട്ടില്ലല്ലോ. മരിച്ചിട്ടില്ലെന്നോ? സാർ എന്തൊക്കെയായി പറയുന്നേ? അപ്പോൾ നമ്മളൊന്ന് കണ്ടതോ? ജെയിംസിന്റെ ബോഡി വിനയ് കണ്ടോ? ഇല്ല. പക്ഷേ അതൊക്കെ വെറുമൊരു നാടകം മാത്രമല്ലേ? മോഹനെ കൊന്നതും ജെയിംസ് തന്നെയാ. സാർ അതെങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. അന്ന് ജോണിനെ കണ്ടിട്ട് വന്നതിന് ശേഷം അവൻ പറഞ്ഞത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അകത്ത് കിടന്നിട്ട് മോഹനെ കൊല്ലുമെന്നുള്ള അവൻ്റെ ഭീഷണി, ഒരു 19കാരൻ്റെ ആത്മവിശ്വാസം. മനസ്സിലെ നിരാശ മറയ്ക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ മോഹനന്റെ മരണത്തിന് ശേഷം അത് മാറി. കൊലയാളിക്കായി പോലീസ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിന് ഉത്തരം തേടി ഞാൻ ഇറങ്ങി. ജെയിംസും ജോണും എന്തിനാണെന്ന് ടാക്സിയിൽ വന്നത്? അവർക്ക് ട്രെയിനിലോ ബസ്സിലോ വരാമായിരുന്നില്ലേ? ഇത്രയും ദൂരം ടാക്സി പിടിച്ചു പോകേണ്ട ആവശ്യകത എന്താ? ഞാൻ അവർ സഞ്ചരിച്ച വഴി ഒരു യാത്ര തിരിച്ചു. അങ്ങനെയാണ് ഒരു കടയിലെ CCTVയിൽ നിന്നും അവർ സഞ്ചരിച്ച കാർ കണ്ടെത്തുന്നത്. ഞാൻ ആ ടാക്സിയുടെ ഡീറ്റെയിൽസ് എടുത്തു. അത് ഓടിച്ചിരുന്ന ഡ്രൈവറെയും കണ്ടെത്തി. അയാളോട് അന്നേ ദിവസത്തെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് ജെയിംസിന്റെ മരണത്തെപ്പറ്റി സംശയം ഉളവാക്കുന്ന ഒരു കാര്യം അറിയാൻ സാധിച്ചത്. അതെന്താ സാർ? അന്ന് ആ കാറിൽ യാത്രക്കാരായി അവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾക്ക് ബോധമില്ലായിരുന്നു. മാത്രമല്ല വീൽ ചെയറിൽ ഇരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. ചേട്ടനാണെന്നും ആക്സിഡന്റിൽ ശരീരം തളർന്നു പോയതുമാണെന്നൊക്കെയാണ് അവർ ഡ്രൈവറോട് പറഞ്ഞത്. പിന്നെ അയാളെ തേടിയുള്ള യാത്രയായിരുന്നു. അതിനുവേണ്ടി ഞാൻ നമ്മുടെ കേസ് ആദ്യം മുതലേ തുടങ്ങി. റമീസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. റമീസ് വർക്ക് ചെയ്ത സ്ഥാപനം, അവർക്കൊപ്പം വർക്ക് ചെയ്തവർ, അങ്ങനെയെല്ലാം. ആ അന്വേഷണത്തിൽ നിന്നുമാണ് എനിക്ക് ദേവനെ കിട്ടുന്നത്. ദേവൻ ഇവരുടെ ഫ്രണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നതിന് വേണ്ടി ദേവനൊപ്പം പോയ ജാൻസിയാണ് കാണാതാകുന്നത്. പക്ഷേ ജാൻസിയുടെ കേസ് ഫയലിൽ അന്നേ ദിവസം ജാൻസി പോയത് ജെയിംസിന്റെ കൂടെയാണെന്നാണ് പറയുന്നത്. ACP എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത്? ദേവനെ പ്രൊട്ടക്ട് ചെയ്യാൻ. യെസ്. അപ്പോൾ ദേവന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ സാർ? ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേവന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷെ അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് ദേവൻ മിസ്സിംഗ് ആണെന്നാ. മിസ്സിങ്ങോ? അതെ. 2 ആഴ്ചയായി ദേവനെ കാണാതായിട്ട്. അതായത് ചന്ദ്രൻ മരിച്ച അന്നേ ദിവസം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിവരവും കിട്ടിയില്ല. പിന്നെ ദേവന്റെ ഭാര്യയുമായി സംസാരിച്ചപ്പോൾ അവരൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. കാണാതാകുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഒരാൾ ദേവനെ അന്വേഷിച്ച് വന്നിരുന്നുവെന്ന്. അപ്പോൾ ദേവൻ അവിടെ ഇല്ലായിരുന്നു. അല്പസമയം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞെങ്കിലും കാത്തു നിൽക്കാൻ കൂട്ടാക്കാതെ അയാൾ പോകുകയായിരുന്നു. അതൊരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. വന്നാളിന്റെ ഏകദേശ രൂപം അവരിൽ നിന്നും ചോദിച്ചറിഞ്ഞു. പിന്നെ ഞാൻ ജെയിംസിന്റെ ഫോട്ടോ കാണിക്കുകയും അത് അവനാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നത് അന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ദേവനായിരുന്നു എന്നാണ്. ഞാൻ അവരുടെ അടുത്ത് നിന്നും ദേവന്റെ ഒരു ഫോട്ടോ വാങ്ങുകയും അവരെന്ന് സഞ്ചരിച്ച കാർ ഡ്രൈവറെ കാണിക്കുകയും ചെയ്തതോടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടി. അപ്പോൾ അന്ന് മരിച്ചത്? യെസ്, അന്ന് ആ കാറിൽ ഉണ്ടായിരുന്നത് ദേവനായിരുന്നു. സാർ, അപ്പോൾ അന്ന് അവിടെ നടന്നത്? നാട്ടുകാരൊക്കെ പറഞ്ഞതോ? എല്ലാം വെറുമൊരു നാടകം മാത്രം. അന്ന് ആളുകൾക്ക് മുമ്പിൽ ജെയിംസിന് പകരം കത്തി അമർന്നത് ദേവനായിരുന്നു. ഈ നാടകത്തിന്റെ ക്ലൈമാക്സിൽ നമ്മളവിടെ എത്തണമായിരുന്നു. അവൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. നമ്മൾ അവനെ അന്വേഷിച്ച് അവിടെ ചെല്ലുകയും അവൻ മരിച്ചുവെന്ന് എല്ലാവരെയും പോലെ നമ്മളെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. അത് തന്നെയായിരുന്നു അവന് വേണ്ടിയിരുന്നതും. സാർ, എനിക്കിപ്പോഴും ഒരു സംശയം ബാക്കിയാ. എന്താ വിനയ്? അവനെന്തിനാന്ന് ടാക്സിയിൽ പോയതെന്ന് മനസ്സിലായിട്ടില്ല. സിമ്പിൾ. നാട്ടുകാരുടെ മുന്നിൽ മരിച്ച ജെയിംസിന് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ജോണിനാണെങ്കിൽ ലൈസൻസും ഇല്ല. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി കാണും. സാർ, അവൻ ഇനിയും മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ലക്ഷ്യം നിറവേറിയിട്ടില്ല എന്നല്ലേ? അതെ. അതിലടുത്തതിൽ ആര്? ഇനി എത്ര പേരുണ്ടെന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സാർ, അവനാണ് പ്രതിയെന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചറിയിച്ചാൽ പോരെ? പിന്നെ അവൻ എത്ര മറിഞ്ഞിരുന്നാലും വെളിച്ചത്തിൽ വരേണ്ടി വരും. അതെങ്ങനെയാ വിനയ്? ഒരിക്കൽ നമ്മൾ തന്നെ മരിച്ചുവെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ജെയിംസ്. അവൻ മരിച്ചിട്ടില്ല, ഈ കൊലയ്ക്ക് പിന്നിൽ അവനാണെന്ന് പറഞ്ഞാൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു, കേസ് വഴിതിരിച്ചു വിടുന്നു എന്നൊക്കെ പറഞ്ഞ് മീഡിയാസ് സ്വസ്ഥത തരില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും സാർ? വെയിറ്റ് ചെയ്യാം. അവൻ എന്തായാലും അധികകാലം ഒളിച്ചിരിക്കാൻ കഴിയില്ല. സാർ, നമുക്ക് ജോണിനെ ഒന്നുകൂടി ചോദ്യം ചെയ്താലോ? ഏയ്, കൊന്നാലും അവന്റെ ഭാഗത്ത് നിന്നും ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ സാർ? ഒരു അവസാന ശ്രമമെന്നോണം. ഓക്കെ. അവർ നേരെ ജോണിന്റെ അടുത്തേക്ക് ചെന്നു. എന്താ സാറേ, വീണ്ടും എന്നെ കാണാനൊരു വരവ്? വെറുതെ നിന്റെ സുഖവിവരം ഒന്ന് അറിയാൻ വേണ്ടിയാ. നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താ സാറേ? ജെയിംസ് ഇപ്പോൾ എവിടെയുണ്ട്? ജെയിംസോ സെമിത്തേരിയിൽ കാണും. പിന്നെ കത്തി കരിഞ്ഞതായതുകൊണ്ട് മുഴുവനായി കാണാൻ പറ്റില്ല. അത് വിട്. ആ നാടകമൊക്കെ എപ്പോഴേ പൊളിഞ്ഞു. മനസ്സിലായില്ലേ? നീയൊക്കെ ചേർന്ന് കളിച്ച മരണനാടകം പൊളിഞ്ഞു എന്ന്.
അന്ന് അവിടെ മരിച്ചത് ജെയിംസിന് പകരം ദേവൻ എന്ന ചെറുപ്പക്കാരനാണെന്ന് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് മര്യാദക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. കൊള്ളാലോ സാറേ, സാറന്മാർ ബ്രില്യൻ്റ് ആണല്ലോ. ഇനി പറ, ജെയിംസ് എവിടെയുണ്ട്? അത് കൊള്ളാം. പുറത്തുള്ള സാറന്മാർക്ക് അറിയാത്ത കാര്യം ഇതിനുള്ളിൽ കിടക്കുന്ന എനിക്കെങ്ങനെ അറിയാനാ? ഇവനിട്ട് 2 കൊടുത്താൽ അവൻ പറയും സാറേ. വേണ്ട, സാറെന്തായാലും എന്നെ കാണാൻ ഇതുവരെ വന്നതല്ലേ, ഒരു ക്ലൂ തന്നേക്കാം. ഇനി ഒരാളെ കൂടി മാത്രമേ തീർക്കാനുള്ളൂ, ഒരേ ഒരാൾ. ആരാത്? പറ, ആരാത്? അത് ഞാൻ പറയില്ല, അതൊക്കെ സാറന്മാരുടെ ജോലിയാ. പറയടാ, ആരാത്? സാറ് വെറുതെ ബലം പ്രയോഗിക്കണ്ട, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. സാറുമാർ കണ്ടുപിടിക്കേ. അവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കേ. എന്തായാലും അവന് ഇനി ആയുസ് അധികമില്ല. അവരവിടെ നിന്നും ഓഫീസിലേക്ക് വന്നു. എന്നാലും ആരായിരിക്കും സാറത്? ACP ഫിലിപ്പോസ്, മനോജ്, സച്ചിൻ, ദേവൻ, മോഹൻ, നെക്സ്റ്റ് ഇവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. അങ്ങനെയെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരോ മക്കളോ ആയിരിക്കുമോ സാർ? അവൻ തന്ന ക്ലൂ വിനയ് ശ്രദ്ധിച്ചിരുന്നോ? അവനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷിക്കേ. എന്തായാലും അവനിനി ആയുസ് അധികമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇനി കൊല്ലപ്പെടാൻ പോകുന്നതും ഒരു പുരുഷൻ തന്നെയാണ്. അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരൻ അകത്തേക്ക് വന്നു. എക്സ്ക്യൂസ് മീ സാർ, മേ ഐ കമിങ്? യെസ് സാർ. സാർ പുറത്തുപോയ സമയത്ത് മരണപ്പെട്ട മോഹൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു സാറിനെ കാണാനായിട്ട്. മോഹനൻ്റെ മകനോ? അതെ സാർ. എന്താ അയാളുടെ പേര്? വിഷ്ണു എന്നാ പറഞ്ഞത്. കേസിനെ കുറിച്ച് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. താൻ പോയിക്കോ, ഞാൻ മീറ്റ് ചെയ്തോളാം. ഓക്കെ സാർ. മോഹനന് വേറെയും ഒരു മകനുണ്ടായിരുന്നു. ഉണ്ട് സാർ, അയാളുടെ മൂത്ത മകനാണ്, ദുബായിലായിരുന്നു. ഓഫീസർ അല്പസമയം ഒന്ന് ആലോചിച്ചിരുന്നു. വിഷ്ണു? എന്താ സാർ? അവരുടെ അവസാനത്തിര അത് വിഷ്ണു ആണെങ്കിലോ? താൻ ഡ്രൈവറോട് വേഗം വണ്ടി എടുക്കാൻ പറ. സാർ. അവർ എത്രയും വേഗം വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി. ആ സമയം ഹെൽമെറ്റ് വെച്ച ഒരാളെ ബൈക്കിൽ പുറത്തേക്ക് പോകുന്നത് കണ്ടു. അവരവിടെ എത്തിയപ്പോൾ ഒരു നിലവിളിയാണ് കേട്ടത്. വിളി കേട്ട് അവിടേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിഷ്ണുവിനെയാണ്. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയുടെ കാര്യം തിരക്കി. എന്താ ഉണ്ടായത്? കുറച്ച് സമയത്തിന് മുമ്പ് ഒരു പോലീസ് ഓഫീസർ വന്നിരുന്നു. വിഷ്ണു കുഞ്ഞിനെ കാണാനാണെന്ന് പറഞ്ഞാണ് വന്നത്. കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുകളിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഒച്ച കേട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ ബൈക്കിൽ പോയ ആളാണോ? അതെ സാർ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ക്രോസ് ചെയ്ത് പോയത് അവനാണ് വിനയ്. ഇത്രയും വേഗം CCTV വിഷ്വൽസിൽ നിന്നും ആ വണ്ടി നമ്പർ എടുക്കുക. എല്ലാ സ്റ്റേഷനിലും അറിയിപ്പ് കൊടുക്കണം വിത്ത് ഫോട്ടോ. ഓക്കെ സാർ. ഓഫീസറാണെങ്കിൽ ആ ബൈക്കിന് പിന്നാലെ പോകാൻ തീരുമാനിച്ചു. 2 മണിക്കൂറിന് ശേഷം. നമസ്കാരം. തുടർ കൊലപാതക പരമ്പരയിൽ ഒരു കൊലപാതകം കൂടി. വിഷ്ണു 28-നെയാണ് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ഷിബു നൽകുന്നതായിരിക്കും. പറയൂ ഷിബു, എന്താണ് സംഭവിച്ചത്? ക്രൈംബ്രാഞ്ച് ഓഫീസ്. റെക്കോർഡ് പ്രകാരം 3-4 ആഴ്ചകൾക്ക് മുമ്പ് സ്വന്തം വീട്ടിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത ജെയിംസ് ആൽബർട്ട് ഇപ്പോൾ ഇതാ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നു. പറയൂ ജെയിംസ്, എന്തിനു വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തത്? സാറിന് അറിയാത്തതൊന്നുമല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ജെയിംസ്. ഞങ്ങളുടെ ചോദ്യത്തിന് താൻ വ്യക്തമായ മറുപടി തന്നേ പറ്റൂ. തൻ്റെ കാമുകൻ ജാൻസിയുടെ മരണത്തിന് കാരണമായവരോടുള്ള പ്രതികാരമാണ് താൻ ഈ നടത്തിയ കൂട്ടക്കൊലപാതകങ്ങൾ. അതെ. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഒരു ആത്മഹത്യ നാടകം ക്രിയേറ്റ് ചെയ്ത്? ഒരു തെളിവുമില്ലായിരുന്ന കേസിൽ കിട്ടിയ പിടിവള്ളിയിലൂടെ കയറി സാറിൻ്റെ അടുത്തേക്ക് എത്താറ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ എനിക്ക് പിടിക്കപ്പെടാതെ നിൽക്കണമായിരുന്നു. നോക്കൂ ജെയിംസ്, ഒരാളുടെ ജീവന് പകരമായി താനെടുത്തത് 7 ജീവനുകളാണ്. അതിലൂടെ നഷ്ടമായത് 4 കുടുംബത്തിൻ്റെ സന്തോഷവും. അതിന് താൻ എന്ത് ന്യായീകരണം നടത്തിയാലും മതിയാവില്ല ജെയിംസ്. സാറിനത് ഒരാളുടെ ജീവനായിരിക്കാം, പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് പേരുടെ ജീവന്റെ വിലയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, കൃത്യം പറഞ്ഞാൽ ഒരു 3.5 കൊല്ലം മുമ്പ്, മൂന്നാറിൽ തോട്ടം പണിക്ക് വന്ന ഒരു തമിഴ് കുടുംബം കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തിരുന്നു. പത്രത്തിലേക്ക് ഉണ്ടായിരുന്നു. അവരുടെ ബോഡി ഒന്ന് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ നിൽക്കാതെ സംസ്കരിക്കാനുള്ള തോട്ടം അധികാരികളുടെ ആത്മാർത്ഥതയിൽ സംശയം തോന്നിയ മറ്റു തൊഴിലാളികൾ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞ് സമരം നടത്തി. പതിയെ ആ വാർത്ത മാധ്യമങ്ങളിൽ ഇടം പിടിച്ചപ്പോൾ കേസന്വേഷണം ACP ഫിലിപ്പോസ് ഏറ്റെടുത്തു. ACP അല്ലേ ഏറ്റെടുത്തത്, ഇനിയൊന്നും പേടിക്കണ്ട എന്ന് പാവങ്ങൾ വിശ്വസിച്ചു. 2 ദിവസം കഴിഞ്ഞ് ACPയുടെ പത്രസമ്മേളനം വന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളിയുടെയും കുടുംബത്തിൻ്റെയും മരണം ആത്മഹത്യ തന്നെയാണെന്ന് അതോടെ കേസ് ക്ലോസ് ചെയ്തു. ഇതിനു പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു എൻ്റെ ഫ്രണ്ട് റമീസ് ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചത്. അവരുടെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. വളരെ കഷ്ടപ്പെട്ടാണ് അവൻ എല്ലാം കണ്ടെത്തിയത്. ചന്ദ്രനും മോഹനനും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു മുരുകനും ഭാര്യ പൊന്നമ്മയും. അവിടെ നിന്നും കൊണ്ടുപോകുന്ന ലോറിയിൽ ഇടയ്ക്കൊക്കെ കഞ്ചാവും ഉണ്ടായിരുന്നു. ആ വിവരം രഹസ്യമായി മുരുകൻ പോലീസിനെ അറിയിച്ചു. അതിനുള്ള ശിക്ഷയായിട്ടാണ് ആ പാവത്തിനെയും കുടുംബത്തിനെയും അവർ മരണം വിധിച്ചത്. അവർക്ക് 8 വയസ്സായൊരു മകളുണ്ടായിരുന്നു, ജാനകി. ആ കൊച്ചുകുട്ടിയെ പോലും അവർ വെറുതെ വിട്ടില്ല. മരണപ്പെടുന്നതിന് മുമ്പ് ആ കുട്ടി ക്രൂരമായി പീഡനത്തിന് ഇരയായിരുന്നു. പക്ഷെ ഇതൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസിന്റെ FIRലും കണ്ടില്ല. അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും അവർ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി തിരുത്തി. സത്യങ്ങൾ തുറന്നു പറയാൻ ഡോക്ടർ തയ്യാറായിരുന്നു.
ഒരു പത്രസമ്മേളനം നടത്തി എല്ലാം പുറം ലോകത്തെ അറിയിക്കാനായിരുന്നു റമീസിന്റെ പ്ലാൻ. പക്ഷേ എല്ലാത്തിനെയും കൂടെ കാണുമെന്ന് അവന് കരുതിയിരുന്ന അവന്റെ സഹപ്രവർത്തകനായ ദേവൻ കാശിനു വേണ്ടി അവനെ ഒറ്റുകൊടുത്തു. നടു റോട്ടിൽ പബ്ലിക് നോക്കി നിൽക്കെയാണ് അവരവനെ കത്തിച്ചത്. ആളുകൾക്ക് മുന്നിൽ വെച്ച് നടത്തിയ കൊലപാതകമായതുകൊണ്ടാവാം ആരൊക്കെയോ പ്രതി ചേർത്ത് ആ കേസ് അവർ ക്ലോസ് ചെയ്തു. അപ്പോഴും യഥാർത്ഥ പ്രതികൾ പുറത്തു തന്നെ. തന്റെ കൂട്ടുകാരനും അവൻ ആഗ്രഹിച്ച പോലെ ആ കുടുംബത്തിനും നീതി ലഭിക്കണം. അതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവൾ ഒറ്റക്കിറങ്ങി തിരിച്ചു. എൻ്റെ ജാൻസി, ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ പെണ്ണ്, സ്വന്തമാക്കുന്നതും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എന്നെ തേടി വന്നത് അവളുടെ മരണവാർത്തയാണ്. കല്യാണത്തിന് വെറും 3 ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് അവളെയും അവർ. ജെയിംസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, വാക്കുകൾ ഇടറി. ഓഫീസർ, കുറച്ച് വെള്ളം കുടിക്കാനായി കൊടുക്ക്. വെള്ളം കുടിച്ചതിന് ശേഷം ജെയിംസ് കണ്ണുകൾ തുടച്ച് സങ്കടം ഉള്ളിലൊതുക്കി വീണ്ടും പറയാൻ തുടങ്ങി. എന്നിട്ട് അവർ ആ കുറ്റം മുഴുവനും എൻ്റെ തലയിൽ കെട്ടിവെച്ചു. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി. എത്ര നിസ്സാരമായിട്ടാണ് അവർ ആ കുറ്റം എൻ്റെ മേൽ ചുമത്തിയത്. ആ കുറ്റം ചെയ്തത് ഞാനാണെന്ന് വരുത്തി തീർക്കാൻ എനിക്കെതിരെ തെളിവുകൾ നിരത്തി. ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്തവർ എനിക്കെതിരെ സാക്ഷി പറഞ്ഞു. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് കോടതി എന്നെ കുറ്റവാളിയാക്കി ജയിലിലേക്ക് ഇട്ടു. കോടതിക്ക് വലുത് തെളിവുകളാണല്ലോ. എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരനായി. ആ സമയത്ത് എൻ്റെ ഏക ആശ്വാസം ജാൻസിയുടെ അമ്മയും അനിയനും എനിക്കൊപ്പം നിന്നു എന്നതാണ്. അവർക്കറിയാമായിരുന്നു ഞാൻ കുറ്റക്കാരനല്ലെന്ന്. എന്നെ പുറത്തു കൊണ്ടുവരാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കേസ് വാദിച്ചു. മകൾ മരിച്ച വിഷമം ഉള്ളിലൊതുക്കി ആ അമ്മ എനിക്ക് വേണ്ടി കോടതി കയറിയിറങ്ങി. അവസാനം എനിക്ക് ഒരു നോക്കുപോലും കാണാൻ കഴിയാതെ അവർ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരേക്ക് ഒന്നിനു പിറകെ ഒന്നായി നഷ്ടപ്പെട്ട് എനിക്ക് ഈ ലോകത്തോട് തന്നെ വെറുപ്പായി. ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴായിരുന്നു ജോൺ എന്നെ കാണാമെന്ന്. കുടുംബം നശിപ്പിച്ചവരോടുള്ള പകയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അവൻ പറഞ്ഞു, അവർക്കെതിരെ ഒന്ന് വിരൽ ചൂണ്ടാൻ പോലുമുള്ള ധൈര്യം ഇല്ലെന്നറിയാം. മരണത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നാലും ശരി, എല്ലാത്തിനും തിരിച്ചു ചോദിക്കണം ചേട്ടാ. കൊല്ലണം, ഒരാളെങ്കിൽ ഒരാൾ. ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കില്ലേ? അവൻ പറഞ്ഞ ആ വാക്കുകൾ എന്നെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ ജയിലിൽ നിന്നും പുറത്തു വരുന്നതിനുള്ള കാത്തിരിപ്പായിരുന്നു. ആദ്യം ACP ഫിലിപ്പോസിന്റെ മരണം. എൻ്റെ ശിക്ഷ കഴിയും മുമ്പ് അയാൾ മരിക്കരുത് എന്നായിരുന്നു ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഏത് വിധേനയും ACPയെ കൊല്ലണമെന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അയാളെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. നമുക്ക് വേണ്ട നീതി നമ്മൾ തന്നെ നടപ്പാക്കണം. എന്തിനാ വെറുതെ കോടതി കയറി ഇറങ്ങുന്നത്? ACP ഫിലിപ്പോസ് മുതൽ വിഷ്ണു വരെ അങ്ങനെ ഓരോരുത്തരെയും ഞങ്ങൾ വകവരുത്തി. എല്ലാവരെയും കൊന്നത് ഞാനാ സാറേ. എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ അവരെ എല്ലാം കൊലപ്പെടുത്തിയത്. ഓരോ കൊലയും പ്ലാൻ ചെയ്തതുപോലെ പെർഫെക്റ്റായി നടപ്പിലാക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അത്രയ്ക്ക് മാത്രം ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. നീ ചെയ്ത തെറ്റുകൾ വെറുതെ ദൈവത്തെ കൂട്ടുപിടിക്കണ്ട. എല്ലാവരെയും കൊലപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടിയോ ജെയിംസ്? കിട്ടി സാർ. കൊലയ്ക്ക് തിരിച്ചു കൊന്നല്ല നീതി നടപ്പാക്കേണ്ടത്. അതിനിവിടെ നിയമമുണ്ട്. പക്ഷെ ആ നിയമത്തിന് തെളിവുകളാണ് സാർ വേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ അതില്ലായിരുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ്. ഞാൻ നിരപരാധിയായിരുന്നു. എന്നിട്ടും ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു. അപ്പോഴും അത് ചെയ്തവർക്ക് പുറത്ത് സുഖവാസം. നീതി ഇവിടെ ആർക്കാണ് സാർ നീതി ലഭിച്ചത്? എനിക്ക് ലഭിച്ചോ? 8 വയസ്സുകാരി ജാനകിക്ക് കിട്ടിയോ? അവളുടെ കുടുംബത്തിന് കിട്ടിയോ? എൻ്റെ ജാൻസിക്ക് കിട്ടിയോ? റമീസിന് കിട്ടിയോ? ആർക്കും കിട്ടിയില്ല. സാർ ഈ പറഞ്ഞ കോടതിക്ക് ഇവർക്ക് ആർക്കും നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല. കോടതിക്ക് കഴിയാത്തത് ഞാൻ ചെയ്തു. ദൈവം അവർക്കുള്ള ശിക്ഷ എന്നിലൂടെ നടപ്പാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കോടതി എനിക്ക് വിധിക്കുന്ന ശിക്ഷയിലൂടെ അവരുടെ കുടുംബങ്ങൾക്കും നീതി ലഭിക്കും. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? ഒരുപാട് ദിവസമായാലും സ്റ്റോറി ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കുകളിലായിപ്പോയി. നമുക്ക് തുടരെ സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നതാണ്. കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു. ബൈ.